ഓം ഗം ഗണപതയേ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ജയ രാമ രാമ 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 ജയ രാമ രാമ. ശ്രീ BS ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീ മഹാരാമായണം സമ്പൂർണമായി അവതരിപ്പിക്കുന്നു. ഇത് രാമായണ കഥയല്ല, ശ്രീരാമചരിതമാണ്. ഗദ്യരൂപത്തിൽ തയ്യാറാക്കിയ ഈ ഗ്രന്ഥത്തിൻ്റെ ഉള്ളടക്കം ശ്രോതാക്കളുടെ ഹൃദയങ്ങളിലേക്കെത്തുന്നു ശബ്ദചിത്രമായി. ഭക്തിയുടെ വാതിലുകൾ മലർക്കെ തുറന്നുകൊണ്ട് ജയരാമ മന്ത്രം എല്ലാ ഹൃദയങ്ങളിലും സദാ മുഴങ്ങട്ടെ. സത്യം, ധർമ്മം, സമ്പൽ സമൃദ്ധി, ഐശ്വര്യം, സഹവർത്തിത്വം, സാഹോദര്യം ഇവയൊക്കെയാണല്ലോ രാമായണം ലക്ഷ്യമാക്കുന്നത്. അതുതന്നെയാണ് ഈ മഹൽ ഗ്രന്ഥം കൊണ്ടും ഉദ്ദേശിക്കുന്നത്. 9 അധ്യായങ്ങളിലൂടെ. ശ്രീ മഹാരാമായണം അധ്യായം 1 പൂർവകാണ്ഡം ഭാഗം 1. ജയ രാമ രാമ ജയ രാമ രാമ. ഇന്ന് ദേവസദസ്സാണ്. അമരാവതിയിലെ വൈജയന്തമാണ് വേദി. അവിചാരിത ആലോചനായോഗം എന്നതുകൊണ്ടു തന്നെ ഉത്കണ്ഠയുടെ നേരിയ പടലം അവിടെ പരന്നിട്ടുണ്ട്. ദേവസഭാതലമാവാറുള്ള സുധർമ്മ ഇന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. സുധർമ്മയിലെ സദസ്സുകളിൽ ദേവീദേവന്മാർ മാത്രമേ സംബന്ധിക്കാറുള്ളൂ. എന്നാൽ ഇന്നത്തെ സഭയിൽ പങ്കെടുക്കാനായി ദേവീദേവന്മാർക്കു പുറമെ ഋഷിവര്യന്മാരെയും താപസശ്രേഷ്ഠരെയും ഒക്കെ ക്ഷണിച്ചിട്ടുണ്ട്. അതുകൊണ്ടു തന്നെ സുധർമ്മ ഒഴിവാക്കി അമരാവതിയിലെ മന്ത്രമണ്ഡപം വേദിയാക്കി. ഇന്ദ്രന് ഇന്ന് അമരാവതി വിട്ടുള്ള യാത്രയില്ലെന്ന് വ്യക്തം. വ്യോമയാനത്തിൽ യാത്രാ ഒരുക്കങ്ങളൊന്നും കാണുന്നില്ല. എങ്കിലും മാതലി അവിടെ തന്നെയുണ്ട്. മാതലിയുടെ മുഖത്തും ഉത്കണ്ഠയുടെ നേരിയ ഛവി പരന്നിരിക്കുന്നു. മാതലി ഉച്ചൈശ്രവസിനരികിലെത്തി അശ്വപാലം തിരുമ്മി തിളക്കം വർദ്ധിപ്പിക്കുന്നു. ദിവസത്തിൻ്റെ അസാധാരണത്വവും പ്രാധാന്യവും മനസ്സിലാക്കിയിട്ടെന്നവണ്ണം അടിക്കടി കുളമ്പ് കുടയുന്ന ഉച്ചൈശ്രവസിനെ മാതലി സ്നേഹപൂർവം ശകാരിക്കുന്നതും കേൾക്കാം. ഇത്തരത്തിലൊരു അടിയന്തര ആലോചനായോഗത്തിനു കാരണമെന്ത്? പലരുടെയും വദനങ്ങളിൽ ഈ ചോദ്യഭാവം വ്യക്തമെങ്കിലും ആരും ഒന്നും മിണ്ടുന്നില്ല. മന്ത്രമണ്ഡപത്തിൽ തളം കെട്ടി നിൽക്കുന്ന മൗനം ഭഞ്ജിക്കാൻ ആരും തയ്യാറല്ലാത്തതുപോലെ. അതേസമയം മന്ത്രമണ്ഡപ സിംഹദ്വാരത്തിനു വലതുഭാഗത്തായി ഇന്ദ്രാണിയും ബൃഹസ്പതിയും തമ്മിൽ ദീർഘനേരമായി സംഭാഷണത്തിലാണ്. വിഷയം ഗൗരവകരമെന്ന് അവരുടെ ഭാവഹാവാദികളിൽ വ്യക്തം. പല സന്ദർഭങ്ങളിലും പുലോമജയുടെ മിഴീണ സജലങ്ങളാവുന്നുമുണ്ട്. ബൃഹസ്പതി ആവട്ടെ തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ വെള്ളത്താടി താഴേക്കു നീട്ടി തടവി തല കീഴ്മേൽ ചലിപ്പിച്ചുകൊണ്ട് മുഖമുയർത്തി ഇന്ദ്രാണിയെ സമാശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നതും കാണാമായിരുന്നു. അല്പം ശബ്ദമുയർത്തി തന്നെ ബൃഹസ്പതി പറയുന്നു, ദേവി, അവിടുന്ന് എന്തിനിത്ര അസ്വസ്ഥയാവണം? നിവൃത്തി വരുത്താവുന്ന പ്രശ്നങ്ങൾ മാത്രമേ നമുക്ക് മുന്നിലുള്ളൂ എന്ന് ധരിച്ചാലും. ഇതുകേട്ട് മുഖകമലത്തിലേക്ക് നിർബന്ധപൂർവം ക്ഷണിച്ചു വരുത്തിയ പ്രസന്നതയോടെ ഇന്ദ്രാണി മറുപടി നൽകി, ശരിയാണു ഗുരുദേവ, അവിടുത്തേക്ക് അസാധ്യമായത് യാതൊന്നുമില്ല എന്ന് നന്നായി അറിയാം. അങ്ങ് എന്നും ഞങ്ങളുടെ പരിത്രാതാവാണെന്നും ബോധ്യമുണ്ട്. എന്നാലും ഇന്ദ്രാണി അർത്ഥോക്തിയിൽ നിർത്തി. ബൃഹസ്പതി ചോദിച്ചു, ഇതേപോലെ ഗൗരവ സ്വഭാവമുള്ള പ്രതിസന്ധി ഘട്ടങ്ങൾ ഇതിനു മുമ്പും സംജാതമായിട്ടുള്ളതല്ലേ ദേവി? ഭവതി ആവശ്യപ്പെട്ടപ്പോഴൊക്കെയും
ഞാൻ പ്രശ്നത്തിലിടപെട്ട് മംഗളകരമായി അവ പര്യവസാനിപ്പിച്ചിട്ടുള്ള കാര്യം ഓർമ്മയിലില്ലേ? ഇന്ദ്രാണി: തപോനിധിയെ, പ്രസ്തുത വിഷമഘട്ടങ്ങളെക്കുറിച്ചുള്ള നീറുന്ന ഓർമ്മകൾ ഇന്നും എൻ്റെ ഹൃത്തടത്തിൽ ഒരു വിങ്ങലായി നിലനിൽക്കുകയാണ്. ബ്രാഹ്മണനായ വ്രതാസുരനെ കൊല്ലുകയാലുണ്ടായ ബ്രഹ്മഹത്യാഭയം മൂലം താമരവളയത്തിനുള്ളിൽ ഒളിച്ചിരിക്കേണ്ടി വന്ന എൻ്റെ പ്രിയതമനെ അങ്ങ് രക്ഷപ്പെടുത്തിയത് എങ്ങനെയാണ് വിസ്മരിക്കാനാവുക? ബൃഹസ്പതി പറഞ്ഞു: സ്വർഗറാണി പുലോമജേ, അന്ന് ഇന്ദ്രനെ രക്ഷിച്ചതിനാലാണല്ലോ ഭവതിക്ക് ഇന്ദ്രാണി എന്ന നാമം കൂടി വന്നു ചേർന്നത്. ഗതകാല സംഭവങ്ങളിൽ എന്ന പോലെ ആനുകാലിക സംഭവത്തിലും വിജയം കൈവരിക്കാനാവുമെന്നതിൽ സംശയം വേണ്ട. ധൈര്യം കൈവിടാതിരുന്നാലും ഇന്ദ്രാണി ഇങ്ങനെ പ്രതിവചിച്ചു: അതേ മുനീന്ദ്ര, നിർണായക ഘട്ടങ്ങളിലെല്ലാം അങ്ങയുടെ ദയാവായ്പും സ്നേഹവാത്സല്യങ്ങളും തന്നെയാണ് ഞങ്ങൾക്ക് ആശ്വാസമേകിയിട്ടുള്ളത്. ഇപ്പോഴത്തെ പ്രശ്നത്തിലും അങ്ങയുടെ ഇടപെടൽ വിജയകരമാവുമെന്ന് എനിക്കുറപ്പുണ്ട്. അത് കേട്ട ബൃഹസ്പതി ഇങ്ങനെ മൊഴിഞ്ഞു: പ്രിയ ശചീദേവി, അവിടുന്ന് ധൈര്യം കൈവിടാതെ ദേവസദസ്സിനുള്ള ഒരുക്കങ്ങളിൽ വ്യാപൃതയാവുക. മഹാരാജൻ എഴുന്നള്ളാനുള്ള സമയമായിരിക്കുന്നു. സുരർഷികളിൽ പലരും എത്തിക്കഴിഞ്ഞു. ഇതിനിടെ പുഷ്പമഞ്ജുഷയിൽ ദേവദാരു പുഷ്പങ്ങളുമായി അശ്രുബിന്ദുമതി അവിടേക്കെത്തുകയാൽ ഇന്ദ്രാണി ബൃഹസ്പതി സംഭാഷണം മുറിഞ്ഞു. തങ്കത്തളികയിലെ പുഷ്പങ്ങളിൽ നിന്നും കുറച്ചെടുത്ത് മഹാഗുരു ബൃഹസ്പതിയുടെയും സ്വമാതാവായ ഇന്ദ്രാണിയുടെയും ചരണങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് ശിരോവസ്ത്രധാരിണിയായി അശ്രുബിന്ദുമതി തലകുമ്പിട്ടു വണങ്ങി. ബൃഹസ്പതിയും ഇന്ദ്രാണിയും ഇരുകരങ്ങളും അശ്രുബിന്ദുമതിയുടെ തലയ്ക്കുമേലുയർത്തി പറഞ്ഞു: മംഗളം ഭവ. അപ്പോഴേക്കും മണ്ഡപത്തിലേക്ക് ദേവന്മാരും തപോനിധികളുമൊക്കെ എത്താൻ തുടങ്ങിയിരുന്നു. ദേവദാസീദാസന്മാരെല്ലാം ഓരോരോ കൃത്യങ്ങളിൽ മുഴുകിയിരിക്കുന്നു. ഇരിപ്പിടങ്ങളിലെല്ലാം മന്ദാരപുഷ്പങ്ങൾ വിതറിയിട്ടുണ്ട്. ഭ്രമണസ്പതിയും ശചീദേവിയും തമ്മിലുള്ള സംഭാഷണം ശ്രവിച്ചു നിൽക്കുകയായിരുന്ന ജയന്തന് കാര്യങ്ങൾ ഏതാണ്ടൊക്കെ ഗ്രഹിക്കാനായി. കഴിഞ്ഞ കുറേ നാളുകളായി പരിക്ലിഷ്ടനായ തൻ്റെ താതനെ അതിൽ നിന്നും മോചിപ്പിക്കുന്നതിനു വേണ്ട സംഗതികൾ ആലോചിക്കുന്നതിനായുള്ള ഒത്തുചേരലാണ് ഇന്നത്തെ ദേവസദസ്സ്. തൻ്റെ മാതാജി താപസശ്രേഷ്ഠനും ഇന്ദ്രപുരോഹിതനുമായ ബൃഹസ്പതിയോട് പ്രശ്നപരിഹാരാഭ്യർത്ഥന നടത്തിയതിൻ പ്രകാരം പോംവഴികൾ കൂട്ടായി ആലോചിച്ച് തീരുമാനിക്കുന്നതിനുള്ള ആലോചനാ സമ്മേളനമാണിത്. അതറിഞ്ഞതോടെ പിതാവിൻ്റെ ദുരവസ്ഥയിൽ വ്യഥ പൂണ്ടിരുന്ന ജയന്തൻ്റെ മുഖത്ത് പ്രത്യേക പ്രകാശം പരന്നു. ഇക്കാര്യം തൻ്റെ ഭഗിനിക അശ്രുബിന്ദുമതിയെ അറിയിക്കാൻ ജയന്തന് തിടുക്കമായി. ദേവസദസ്സിനെത്തിക്കൊണ്ടിരിക്കുന്ന ദേവീദേവന്മാരെയും ഋഷി താപസന്മാരെയും എല്ലാം ഭക്ത്യാദരപൂർവം സ്വീകരിച്ച് ആസനസ്ഥരാക്കുന്ന തിരക്കിലാണ് അശ്രുബിന്ദുമതി. മന്ത്രമണ്ഡപത്തിലെ ഇരിപ്പിടങ്ങൾ ഒന്നൊന്നായി നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. പൂജനീയ അതിഥികൾക്ക് ദേവദാരുവിൻ്റെയും മന്ദാരത്തിൻ്റെയും പുഷ്പങ്ങൾ നൽകിയാണ് അശ്രുബിന്ദുമതി സ്വീകരിച്ചാനയിക്കുന്നത്. ഈ തിരക്കിനിടെ സഹജാതയെ അരികിൽ വിളിച്ച് വിവരങ്ങൾ ധരിപ്പിക്കുന്നത് ഉചിതമല്ലെന്ന് തോന്നുകയാൽ ജയന്തൻ തൻ്റെ ഉദ്യമത്തിൽ നിന്നും പിൻവാങ്ങി. മന്ത്രമണ്ഡപത്തിനു നടുവിലായി അലങ്കൃത പീഠത്തിൽ വെച്ചിരുന്ന നവരത്നങ്ങൾ പതിച്ച കലശത്തിലെ ദേവകർദമം മോതിരവിരലിൽ തൊട്ട് തിലകം ചാർത്തിക്കൊണ്ട് വലതുഭാഗത്തെ സ്വർണ്ണ കവാടപ്പടിയിൽ ചാരി നിന്ന് ജയന്തൻ കാര്യങ്ങൾ ഓർത്തു. ആലോചനാനിമഗ്നനായി നിന്നിരുന്ന ജയന്തൻ്റെ മുഖം ദേവകർദമ കലശത്തിൻ്റെ കൈപ്പിടിമേൽ പതിച്ചിരുന്ന ഗോമേതകത്തിൽ നിന്നുള്ള രശ്മികളേറ്റ് അരുണാഭമായി. തൻ്റെ പ്രിയതാതൻ ദേവേന്ദ്രൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസിക വ്യഥയെക്കുറിച്ചോർത്തപ്പോൾ ജയന്തൻ്റെ മുഖത്തെ പ്രസന്നത മങ്ങി. താതൻ സഹസ്രാക്ഷൻ അതീവ ഖിന്നനും ഒപ്പം ക്ഷീണിതനുമായിരിക്കുന്നു. താതൻ്റെ ദുഃഖം മാതാവിലേക്കും സന്താനങ്ങളിലേക്കും പകരുക സ്വാഭാവികമെന്നതുകൊണ്ട് തന്നെ ഇന്ന് തൻ്റെ കുടുംബമാകെ ദുഃഖത്തിലാണ്ട് നിൽക്കുകയാണ്. പുരന്തര കുടുംബത്തിലെ ശാന്തിയും സമാധാനവും സന്തോഷവും പടിയിറങ്ങിയിട്ട് ദേവവർഷം പലത് പിന്നിട്ടിരിക്കുന്നു. വൈജയന്തവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരിലും ഈ ദുഃഖവും അസ്വസ്ഥതയും പകർന്നിരിക്കുന്നു എന്നതും യാഥാർത്ഥ്യം. ഈ ദുരവസ്ഥയിൽ നിന്നും എന്നാണൊരു മോചനമുണ്ടാവുക എന്ന ചിന്തയിലായിരുന്നു ഇതേവരെ. ആശ്വാസത്തിൻ്റെ മാർഗത്തിലേക്കുള്ള വാതായനങ്ങൾ തുറക്കപ്പെടുകയാണോ? ജയന്തൻ്റെ മുഖകമലം വിവർണമായി. തൻ്റെ പൂജനീയ പിതാവും മാതാജിയും അടക്കമുള്ള കുടുംബം ഇത്രയേറെ പരിക്ലിഷ്ടരാവാൻ കാരണം
രാക്ഷസ രാജാവായ രാവണനാണെന്നത് ഓർത്തതോടെ ജയന്തൻ അസ്വസ്ഥനായി. ജയന്തൻ്റെ മുഖത്തെ ഭാവമാറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട അശ്രുബിന്ദുമതി വേഗത്തിൽ നടന്ന് ജയന്തൻ അടുത്തെത്തി അന്വേഷിച്ചു. പ്രിയ സോദര, അങ്ങേക്ക് എന്താണ് സംഭവിച്ചത്? അങ്ങ് വല്ലാതെ അസ്വസ്ഥനായി കാണപ്പെടുന്നുണ്ടല്ലോ. എന്താണ് സംഭവിച്ചതെന്ന് ഉര ചെയ്താലും. ജയന്തൻ ഇങ്ങനെ പറഞ്ഞു. സഹജേ, നമ്മുടെ കുടുംബത്തിനും കുലത്തിനു തന്നെയും ഇത്ര കണ്ട് കഠിന വ്യഥയുണ്ടാക്കിയ ലങ്കാധിപൻ ദശാനനെക്കുറിച്ച് ഞാൻ ഓർത്തുപോയി. വിശ്രവസിന് കൈകസിയിൽ ജനിച്ച ഈ രാക്ഷസൻ തപസ്സു ചെയ്തു നേടിയ വരങ്ങളുടെ ബലത്തിൽ എന്തൊക്കെ നാശങ്ങളാണ് വാരി വിതറുന്നത്! എത്ര വലിയ ക്രൂരതകളും ദ്രോഹങ്ങളുമാണ് കാട്ടിക്കൂട്ടുന്നത്! എത്ര കടുത്ത അഹന്തയോടെയാണ് വർത്തിക്കുന്നത്! അശ്രുബിന്ദുമതി പറഞ്ഞു. അതേ ഭ്രാതാവേ, നമ്മുടെ താതൻ എത്ര കടുത്ത മാനസിക സംഘർഷത്തെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്! എന്തെന്തു നാശങ്ങൾ, എത്ര കൊടിയ അപമാനങ്ങൾ! ജയന്തൻ ഇങ്ങനെ പറഞ്ഞു. അതേ സോദരി, നമ്മുടെ ആരാധ്യപിതാവും മാതാവും വല്ലാതെ വ്യാകുലപ്പെട്ടു കഴിയുകയാണ്. അത് നമ്മുടെ മനസ്സിനെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. അതുകേട്ട അശ്രുബിന്ദുമതി പ്രതിവചിച്ചു. ഈയുള്ളവരുടെ അവസ്ഥയും മറിച്ചല്ല ഭ്രാതാവേ. ജയന്തൻ അശ്രുബിന്ദുമതി സംഭാഷണത്തിലെ വൈകാരിക ഭാവങ്ങൾ ശ്രദ്ധിച്ച ഇന്ദ്രാണി അവരുടെ ചാരത്തേക്ക് ചെന്നു. മാതാവ് അടുത്തെത്തിയതോടെ ഇരുവരും ഭക്ത്യാദരപൂർവ്വം വണങ്ങി നിന്നു. ജയന്തൻ: പൂജനീയ മാതാജി, അവിടുന്ന് ആസനസ്ഥയായാലും ഞങ്ങൾ രാവണൻ്റെ ക്രൂരവും നീചവുമായ പ്രവൃത്തികളെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. ഇന്ദ്രാണി പറഞ്ഞു. എനിക്കത് തോന്നി. നിങ്ങൾ ഇരുവരുടെയും മുഖങ്ങളിൽ മിന്നിമറയുകയായിരുന്ന കോപവും താപവുമെല്ലാം നാം ദർശിച്ചു. നാം ഇവിടേക്ക് വരാനുണ്ടായ കാരണവും മറ്റൊന്നല്ല. ജയന്തൻ്റെയും അശ്രുബിന്ദുമതിയുടെയും സജലങ്ങളായ മിഴികളിൽ നോക്കി അവരെ സമാശ്വസിപ്പിച്ചുകൊണ്ട് ഇന്ദ്രാണി തുടർന്നു. രാവണൻ എന്ന രാക്ഷസൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രൂരതകൾ സാമ്യമകന്നതാണ്. ഈ നക്തഞ്ചരപതി ഇപ്പോൾ ത്രിലോകങ്ങളും കീഴ്പ്പെടുത്തിയിരിക്കുകയല്ലേ? സ്വർഗരാജാവായ സംക്രന്ദനൻ ഇപ്പോൾ എത്ര വലിയ മാനസിക വേദനയാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്നത് വിവരണാതീതമാണ്. അദ്ദേഹം ആകെ അസ്വസ്ഥനാണ്. 3 ലോകങ്ങളെയും ആക്രമിച്ച് കാൽ ചുവട്ടിലൊതുക്കിയിരിക്കുന്ന ഈ രാത്രീഞ്ചരനിൽ ദയാദാക്ഷണ്യങ്ങൾ തൊട്ടു തീണ്ടിയിട്ട് പോലുമില്ല. സ്വർഗരാജാവായ ദേവേന്ദ്രനെ ആക്രമിച്ചു കീഴ്പ്പെടുത്തുക മാത്രമല്ല, അദ്ദേഹത്തെ അധിക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്ന നിങ്ങളുടെ താതൻ്റെ ഹൃദയവേദന എന്തായിരിക്കുമെന്നും എത്രയായിരിക്കുമെന്നും ചിന്തിക്കുമ്പോൾ ഹൃദയം തകരുകയാണ്. ഒന്ന് നിർത്തിയ ശേഷം ചിലമ്പുന്ന സ്വരത്തിൽ ഇന്ദ്രാണി തുടർന്നു. എന്തിനേറെ പറയുന്നു, രാവണപുത്രനായ മേഘനാഥനോട് പോലും ജിഷ്ണുവിന് തോൽക്കേണ്ടി വന്നില്ലേ? ഇന്ദ്രപ്രഹരണം പോലും നിഷ്പ്രഭമായില്ലേ? അജാനജനായ ദേവേന്ദ്രനെ തോൽപ്പിച്ചതു കാരണം രാക്ഷസപുത്രനായ മേഘനാഥന് ഇന്ദ്രനെ ജയിച്ചവൻ എന്ന അർത്ഥത്തിൽ ഇന്ദ്രജിത്ത് എന്ന പേര് ലഭിക്കുക വരെ ചെയ്തിരിക്കുന്നു. എത്ര വലിയ അപമാനമാണ് ദേവരാജാവിന് അനുഭവിക്കേണ്ടി വന്നിരിക്കുന്നത്! വ്യാകുല മുഖഭാവത്തോടെ ഇന്ദ്രാണി പറഞ്ഞു. അല്പനേരത്തെ മൗനത്തിനു ശേഷം ഗൽഗതമടക്കി പുലോമജ തുടർന്നു. കടുത്ത മനോവ്യഥ മൂലം ഇന്ദ്രദേവൻ്റെ മാനസികാരോഗ്യത്തിനൊപ്പം ശാരീരിക ആരോഗ്യവും തകർന്നിരിക്കുകയാണ്. അമൃതയത്ത് ഇല്ലെന്നു തന്നെ പറയാം. ഭരണകാര്യങ്ങളിലാവട്ടെ തീരെ ശ്രദ്ധിക്കുന്നില്ല. അതിനുള്ള മാനസികാവസ്ഥയിലല്ല താനെന്നാണ് അദ്ദേഹം ആവർത്തിച്ചുര ചെയ്യുന്നത്. അദ്ദേഹം ആകെ തകർന്നിരിക്കുകയാണ്. ഇന്ദ്രാണിയുടെ കണ്ഠമിടറി, വാക്കുകൾ മുറിഞ്ഞു. അകലേക്ക് നോക്കി ദീർഘനിശ്വാസമുതിർത്തു. കണ്ടുനിന്ന ജയന്തനും അശ്രുബിന്ദുമതിയും വികാരഭരിതരായി. നിറമിഴികളോടെ അശ്രുബിന്ദുമതി മാതാവിനെ ആശ്വസിപ്പിച്ചു. മാതാജി, അവിടുന്ന് വികാരങ്ങളെ നിയന്ത്രിച്ചാലും സാധാരണ നിലയിലേക്ക് മടങ്ങിയാലും ഏതു പ്രതിസന്ധി ഘട്ടത്തിലും പിതാവിനു ധൈര്യം പകരാറുള്ള അവിടുന്ന് ഇത്രയേറെ വികാരഭരിതയാവുന്നത് ഞാൻ ഇതിനു മുൻപ് കണ്ടിട്ടേയില്ല. ഇത് ഞങ്ങളിലെ ദുഃഖം ശതഗുണീഭവിപ്പിക്കുന്നു. ഒന്ന് നിർത്തി മിഴിനീർ തുടച്ച ശേഷം അശ്രുബിന്ദുമതി തുടർന്നു. പൂജനീയ മാതാവേ, അമ്പൻ്റെ ദുഃഖമകറ്റാനും അപമാനഭാരത്തിൽ നിന്നും മോചിതനാക്കാനും രാജ്യഭരണത്തിൽ ശ്രദ്ധാലുവാക്കാനും മാർഗമൊന്നുമില്ലേ ദേവി? ചോദ്യം അവസാനിക്കും മുൻപ് ജയന്തൻ ഇടപെട്ടു. പ്രിയ സോദരി, ദുഃഖിതയാകാതിരിക്കൂ. നമ്മുടെ അർച്ച്യമാതാവ് എന്തൊക്കെയോ മാർഗങ്ങൾ കണ്ടുവച്ചതായാണ് എനിക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞത്. അത് സഹജയെ അറിയിക്കുന്നതിനായാണ് നാം ഇപ്പോൾ ഇവിടേക്ക് വന്നതും. ഇത് പറഞ്ഞ്
ഇന്ദ്രാണിക്കു നേരെ തിരിഞ്ഞു ചോദിച്ചു, ഈ ഉള്ളവൻ്റെ ഊഹം ശരിയല്ലേ മാതാജി? ഇന്ദ്രാണി പറഞ്ഞു, ശരിയാണ് പുത്ര. നെഞ്ചിനുള്ളിലെ വേദന ആളിക്കത്താൻ തുടങ്ങിയതോടെ പ്രശ്നപരിഹാരത്തിനായുള്ള വ്യഗ്രതയും സഹസ്രഗുണീഭവിച്ചു. പ്രശ്നപരിഹാര മാർഗങ്ങളെക്കുറിച്ച് നാം കൂലങ്കഷമായി ചിന്തിക്കുകയും ചില തീരുമാനങ്ങളിൽ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. ആയതിൻ്റെ ഭാഗമാണ് ഇന്നിവിടെ ചേരുന്ന ദേവസദസ്സ്. എന്താണ് വേണ്ടതെന്ന് നമുക്ക് കൂട്ടായി ആലോചിക്കാം. ഇതുകേട്ട് ജയന്തനും അശ്രുബിന്ദുമതിയും സന്തോഷത്തോടെ ഇന്ദ്രാണിയെ നമസ്കരിച്ചു. ഇരുവരുടെയും ശിരസിൽ തലോടിക്കൊണ്ട് ശചീദേവി തുടർന്നു, ഇനിയും വൈകിക്കാനാവില്ല. ഇന്ദ്രദേവൻ്റെ ആരോഗ്യം അനുദിനം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതു മനസ്സിലാക്കിയ നാം ശതമന്യുവിൻ്റെ അനുവാദത്തോടെ അശ്വിനീ ദേവകളെ ക്ഷണിച്ചു വരുത്തിയിരുന്നു. വജ്രയ്ക്ക് അടിയന്തിരമായി വേണ്ടത് മനസ്വസ്ഥതയും സന്തോഷവുമാണെന്നും മാനസിക ആരോഗ്യം വീണ്ടെടുത്താൽ മാത്രമേ ശാരീരിക അസ്വസ്ഥതകൾ മാറ്റിയെടുക്കാനാവൂ എന്നുമാണ് അശ്വിനീ ദേവന്മാർ അറിയിച്ചിരിക്കുന്നത്. മനസ്സ് ശാന്തമാകാതെ ചികിത്സയ്ക്ക് ഫലമുണ്ടാവാനുള്ള സാധ്യത വിരളമാണെന്നും അവർ ഉര ചെയ്യുകയുണ്ടായി. അതോടെ എന്നിലെ ആധി വർദ്ധിക്കുകയായിരുന്നു. ഇന്ദ്രാണി വന്നു നിർത്തി. ഇരു കൈകൾ കൊണ്ടും രണ്ടുപേരെയും തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് മൂർധാവിൽ സ്നേഹമുദ്രകൾ അർപ്പിച്ചു. ജയന്തൻ ചോദിച്ചു, പ്രിയമാതാവേ, തുടർന്ന് അവിടുന്ന് എന്താണ് തീരുമാനിച്ചത്? ചോദ്യത്തിനു മറുപടിയായി ഇന്ദ്രാണി പറഞ്ഞു, പ്രശ്നനിവൃത്തി അനിവാര്യമെന്ന് കണ്ടതോടെ നാം ദേവഗുരു ബൃഹസ്പതിയെ മുഖം കാണിച്ച് വിവരങ്ങൾ ഉണർത്തിച്ചു. താമസം വിനാ പ്രശ്നത്തിൽ ഇടപെടണമെന്നും അപേക്ഷിച്ചു. അഭ്യർത്ഥന ഗൗരവത്തോടെ ചെവിക്കൊണ്ട അദ്ദേഹം നമ്മെ ആശ്വസിപ്പിക്കുകയും ശുഭാപ്തി വിശ്വാസിയാവാൻ ഉപദേശിക്കുകയും ചെയ്തു. ഇന്ദ്രാണി വന്നു നിർത്തി. ഈ അവസരത്തിൽ മന്ത്രമണ്ഡപത്തിൻ്റെ പ്രധാന കവാടത്തിലൂടെ കടന്നുവരുന്ന വിശ്വകർമാവിനെ കണ്ടാണ് ഇന്ദ്രാണി സംഭാഷണം മുറിച്ചത്. തുടർന്ന് മൂവരുമായി വിശ്വകർമാവിനടുത്തേക്ക് നീങ്ങി. ഇന്ദ്രാണി അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. വിശ്വവിസ്മയകരമായ ലങ്കാപുരം നിർമ്മിച്ച വിശ്വകർമാവ് തിരുമനസേ, അങ്ങേക്ക് സ്വാഗതം. കടന്നു വന്നാലും. ഇന്ദ്രാണി കൈകൾ കൂപ്പി. വിശ്വകർമാവ്, നമോവാകം ശചീദേവി, മംഗളം ഭവതു. അശ്രുബിന്ദുമതിയുടെ കരങ്ങളിലിരുന്ന പൂത്താലത്തിൽ നിന്നും ദേവദാരു പുഷ്പങ്ങൾ എടുത്ത് അർച്ചിച്ചുകൊണ്ട് വിശ്വകർമാവിനെ മുൻനിരയിൽ ആസനസ്ഥനാക്കി. വിശ്വകർമാവ് ഇരുകരങ്ങളും അവരുടെ മൂർധാവിൽ വച്ച് അനുഗ്രഹിക്കുന്നതും കാണാമായിരുന്നു. ശേഷവിവരങ്ങൾ ഗ്രഹിക്കാൻ ജിജ്ഞാസ പൂണ്ട അശ്രുബിന്ദുമതിയും ജയന്തനും ഇന്ദ്രാണിയുടെ ഇരുവശങ്ങളിലുമായി നിന്ന് കാതുകൂർപ്പിച്ചു. പുലോമജയാവട്ടെ മണ്ഡപത്തിൽ ആസനസ്ഥരായിട്ടുള്ള അതിഥികളെ നോക്കി ഭവ്യതാപൂർവം പുഞ്ചിരിച്ചുകൊണ്ട് മെല്ലെ നടന്നു. ഇന്ദ്രാണി പറഞ്ഞു, ഇരുവരും ഒപ്പം വരിക, നമുക്ക് ഐശാനിലേക്ക് മാറി നിൽക്കാം. അശ്രുബിന്ദുപതി, ആരാധ്യ ജനിത്രി, ഇപ്പോഴത്തെ ദുരിതമായ സാഹചര്യത്തിൽ നിന്നും മോചനം നേടുന്നതിനുള്ള എന്തു മാർഗമാണ് അവിടുന്ന് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാക്കിയാലും? ഇത് കേട്ട് ഇന്ദ്രാണി, അക്കാര്യം തീരുമാനിക്കുന്നതിനായാണ് തന്നെയേ ഇന്ന് ദേവസഭ ചേരുന്നത്. ഇന്നത്തെ സഭയിലേക്ക് ദേവദേവീമാരെ കൂടാതെ മരീചി, അത്രി, അങ്കിരസ്, പുലഹൻ, പുലസ്ത്യൻ, ക്രതു, വസിഷ്ഠൻ എന്നീ സപ്തർഷികൾ അടക്കമുള്ള ഋഷിമാരെയും താപസശ്രേഷ്ഠരെയും ഒക്കെ ക്ഷണിച്ചിട്ടുള്ള കാര്യം നന്ദിനിക്ക് അറിവുള്ളതാണല്ലോ. ഏവരും ചേർന്ന് പരിഹാരമാർഗം കണ്ടെത്തുമെന്നത് നിശ്ചയം. തനയ സമാധാനമായിരിക്കൂ. പുത്രിയെ ചേർത്ത് നിർത്തി ഭ്രമരാളകം മാടിയൊതുക്കി ശചീദേവി പറഞ്ഞു. അശ്രുബിന്ദുമതിയുടെ നയനങ്ങളിൽ നീർ നിറയുന്നത് കാണാമായിരുന്നു. അപ്പോഴേക്കും ദേവർഷിയായ നാരദൻ മന്ത്രമണ്ഡപത്തിലേക്ക് കടന്നു വന്നു. മഹതി എന്ന തൻ്റെ തമ്പുരു മീട്ടി നാരായണ മന്ത്രം ഉരുവിട്ട് കടന്നുവരികയായിരുന്ന നാരദനെ സ്വീകരിക്കുവാനായി ശചീദേവി ധൃതിയിൽ പ്രധാന കവാടത്തിലേക്ക് നീങ്ങി. ദേവകാര്യാർത്ഥം കലഹങ്ങൾ ഉണ്ടാക്കുകയും അതിൽ രസിക്കുകയും ചെയ്യുന്ന ബ്രഹ്മപുത്രനായ നാരദനെ തല കുമ്പിട്ട് കൈകൾ കൂപ്പി വണങ്ങിക്കൊണ്ട് ഇന്ദ്രാണി പറഞ്ഞു, പ്രഭോ നാരദ മഹർഷേ, ഭക്ത്യാദരപൂർവം അങ്ങയെ സ്വാഗതം ചെയ്യുന്നു. അങ്ങ് കടന്നുവന്ന് ആസനസ്ഥനായാലും. നാരദൻ നാരായണ മന്ത്രം ഉച്ചരിച്ചുകൊണ്ട് ചോദിച്ചു, ദേവി പുലോമജേ, ഭവതിക്ക് ക്ഷേമം തന്നെയല്ലേ? ഭവതിയുടെ മുഖാരവിന്ദത്തിൽ വ്യാകുലതയുടെ നേരിയ പടലം മൂടിയിട്ടില്ലേ എന്നു നാം സംശയിക്കുന്നു. ഇന്ദ്രാണി, അതേ ജിതേന്ദ്രിയ, അങ്ങ് വന്നാലും ഒട്ടും വൈകാതെ തന്നെ അങ്ങേക്ക് എല്ലാം ഗ്രഹിക്കാനാവും. നാരദനെ ഉപചാരപൂർവം ആസനസ്ഥനാക്കിയ ശേഷം ഇന്ദ്രാണി തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് മഹർഷിമാരായ ദുർവാസാവ്, വൈശ്വാനരൻ, സുദീക്ഷണൻ, ദേവഗുരു കശ്യപൻ, മഹർഷി ഹാരീതൻ, ഋഷി സപ്തവധ്രി എന്നിവർ സംഘമായി എത്തുന്നതാണ്. ഇന്ദ്രാണിയും മറ്റുള്ളവരും ചേർന്ന്
താപസശ്രേഷ്ഠരെ സ്വീകരിച്ചു. ഋഷിവര്യന്മാരാവട്ടെ ആതിഥ്യം സ്വീകരിച്ച് ഉപവിഷ്ടരായി. സപ്തവധ്രിയെ കണ്ട മാത്രയിൽ നാരദമുനി തൻ്റെ സ്വതസിദ്ധമായ കുസൃതിയുമായെത്തി. നാരദൻ ഇങ്ങനെ: നാരായണ നാരായണ, ഋഷിവര്യ സപ്തവത്രി, അങ്ങയുടെ സഹോദരന്മാർ ഒപ്പമുണ്ടോ മുനെ? മുഖത്തെ അപ്രീതി ഒതുക്കി പുഞ്ചിരിച്ചുകൊണ്ട് സപ്തവത്രി മറുപടി നൽകി: നാരദ മഹർഷേ, നമോവാകം. ഇപ്പോൾ തന്നെ അങ്ങേക്ക് എൻ്റെ സഹോദരന്മാരുമായി സംവദിക്കേണ്ടതായുണ്ടോ? അങ്ങനെയെങ്കിൽ ഉടൻ വരുത്തിക്കാം. ചോദ്യവും മറുപടിയും കേൾവിക്കാരിൽ ചിലരിൽ ചിരി പടർത്തി. നാരദ മഹർഷിയുടെ ചോദ്യത്തിൽ ഒളിഞ്ഞുകിടന്ന പരിഹാസത്തിൻ്റെ പൊരുൾ അറിയാവുന്നവരിലാണ് ചിരി പൊട്ടിയത്. ഇന്ദ്രനഗരിയായ അമരാവതിയുടെ സിംഹദ്വാരത്തിൽ പെരുമ്പർ ശബ്ദം മുഴങ്ങിയതോടെ മന്ത്രമണ്ഡപത്തിലെ സംഭാഷണങ്ങളും കുശലാന്വേഷണങ്ങളും മുറിഞ്ഞു. ഏവരുടെയും ശ്രദ്ധ അവിടേക്ക് തിരിഞ്ഞു. സ്വർഗരാജാവ് ദേവേന്ദ്രൻ്റെ എഴുന്നള്ളത്താണ്. അമരാവതി ചുറ്റിയാണ് വരവ്. ദേവേന്ദ്രൻ്റെ ആന ഐരാവതം അതിൻ്റെ 4 കൊമ്പുകളും കുലുക്കി ചിഹ്നം വിളിക്കുന്നത് കേൾക്കാം. വൈജയന്തത്തിലെ താഴികക്കുടത്തിൽ പതിച്ചിരിക്കുന്ന വൈഡൂര്യക്കല്ലുകളിൽ തട്ടി പ്രതിഫലിക്കുന്ന രശ്മികളേറ്റ് ഐരാവതത്തിൻ്റെ തൂവെള്ള നിറം കൂടുതൽ തിളക്കമാർന്നതായി തോന്നി. നിലം മണത്തും വാലാട്ടിയും ദേവശൂനിയും ഐരാവതത്തിനൊപ്പം നടക്കുന്നുണ്ട്. പ്രധാന വാതിലിനു മുന്നിലെ വളച്ചുവാതിൽ കമനീയമായി അലങ്കരിച്ചിരിക്കുന്നു. രത്നഹാരങ്ങളും പവിഴമാലകളും നിരനിരയായി തൂക്കിയിട്ടിട്ടുണ്ട്. സ്വർണ്ണ ചങ്ങലകളിൽ തൂങ്ങിയാടുന്ന തങ്കഗോളങ്ങൾ. പ്രധാന കമാനത്തിൽ നിന്നും മന്ത്രമണ്ഡപത്തിൻ്റെ മുഖ്യ കവാടത്തിലേക്ക് രത്നകമ്പളം നിർത്തിയിരിക്കുന്നു. ദേവസഭാ സംബന്ധിയായുള്ള അലങ്കാരങ്ങളിലും ഒരുക്കങ്ങളിലും തൃപ്തനെന്ന് ദേവേന്ദ്രൻ്റെ മുഖഭാവത്തിലൂടെ വ്യക്തമാവുന്നുണ്ട്. സുസ്മേരവദനായിരുന്നു ദേവരാജൻ എങ്കിലും ആ മുഖത്ത് വല്ലാത്തൊരു വ്യാകുലത ചന്ദ്രനിലെ കളങ്കം പോലെ പടർന്നിരുന്നതും ശ്രദ്ധേയമായി. മുഖ്യവാതിൽ കടക്കുന്നതിനു മുൻപ് പതിവ് പോലെ ഐരാവതം നിന്നു. ജിഷ്ണു താഴത്തിറങ്ങി. ദേവേന്ദ്രൻ നേരെ നടന്ന് പരാശക്തിയുടെ അവതാരമായ അളകനന്ദയുടെ മാണിക്യക്കൽപ്പടവിൽ ഇറങ്ങി നിന്ന് സുരതടിനിയിലെ പുണ്യജലം 2 കൈകളാൽ കോരിയെടുത്ത് ഭക്തിയോടെ മൂർധാവിലൊഴുക്കി. ശേഷിച്ചത് ഭക്തിയോടെ പാനം ചെയ്തു. ഐരാവതം കിഴക്കു ദർശനമായി നിന്ന് തുമ്പിക്കരം നീട്ടി ഗംഗാജലം കോരിയെടുത്ത് മസ്തകത്തിലൊഴിച്ചു. ശേഷിച്ചത് പാനം ചെയ്തു. ദേവേന്ദ്രൻ വീണ്ടും ഐരാവതപ്പുറത്തേറി മന്ത്രമണ്ഡപത്തിലേക്ക് നീങ്ങി. മുന്നിൽ ദുപ്പട്ടാവ് ധരിച്ച വാലാക്കഴക്കാർ, തൊട്ടുപിന്നിലായി വായ്ക്കുരവ മുഴക്കി നീങ്ങുന്ന ദേവാംഗനകൾ, ഭദ്രരേണു പുറത്തിരുന്ന് ദുന്ദുഭി മുഴക്കുന്ന ദേവസംഘം. ദേവേന്ദ്രൻ യാത്ര തുടർന്നു. മന്ത്രമണ്ഡപത്തിനു മുന്നിലെത്തിയതും കുരവയും ദുന്ദുഭിനാദവും ഉച്ചത്തിലായി. മണ്ഡപത്തിനുള്ളിൽ നിന്നും ദേവദേവതകളും ദേവർഷികളും തപസ്വികളുമെല്ലാം ഇന്ദ്രനെ സ്വീകരിക്കാനായി മണ്ഡപവാതിൽക്കലേക്ക് വന്നു. പൂർണ്ണകുംഭവുമായി മുനി കശ്യപൻ മുന്നിലുണ്ട്. എല്ലാറ്റിനും മേൽനോട്ടം വഹിച്ച് ബൃഹസ്പതിയും. സ്വർഗരാജൻ ഐരാവതപ്പുറത്തു നിന്നും നിലത്തേക്കിറങ്ങിയതും വർണ്ണമഴയ്ക്ക് തുല്യമുള്ള പുഷ്പവൃഷ്ടി. ദേവവൃക്ഷങ്ങളായ മന്ദാരം, പാരിജാതം, സന്താനം, ഹരിചന്ദനം തുടങ്ങിയവയുടെ പൂക്കൾ കൊണ്ട് പൂമുഖം നിറഞ്ഞു. കശ്യപൻ പൂർണ്ണകുംഭം നൽകി ദേവേന്ദ്രനെ സ്വീകരിച്ചു. ഇന്ദ്രാണി ആരതി ഒഴിഞ്ഞ് ഹരിഹയനെ ദേവസഭാങ്കണത്തിലേക്ക് ആനയിച്ചു. ദേവേന്ദ്രൻ എല്ലാവരെയും ആദരപൂർവ്വം വണങ്ങി. ബൃഹസ്പതിയുടെയും കശ്യപൻ്റെയും പാദം തൊട്ടു വന്ദിച്ചു. നാരദമുനിയെയും തൊട്ടു വണങ്ങി. ഋഷിമാരോടും ദേവദേവതകളോടും താപസശ്രേഷ്ഠരോടുമെല്ലാം കുശലം പറഞ്ഞും കൈകൾ കൂപ്പിയും തൻ്റെ ഇരിപ്പിടത്തിലേക്ക് നീങ്ങി. ഹംസതൂലങ്ങളാൽ മൃദുത്വം വരുത്തിയ സിംഹാസനത്തിൽ ദേവേന്ദ്രൻ അമർന്നതോടെ മറ്റുള്ളവരും സ്വസ്ഥാനങ്ങളിൽ ഉപവിഷ്ടരായി. ദേവേന്ദ്രൻ എല്ലാവരെയും ഒന്നുകൂടി വണങ്ങിക്കൊണ്ട് പറഞ്ഞു: സദസ്സ് സമാരംഭിക്കുന്നതിനുള്ള ശംഖധ്വാനം മുഴങ്ങട്ടെ. സ്വർണത്തളികയിൽ വിതറിയ പുഷ്പങ്ങൾക്ക് പുറത്തുവച്ച ശംഖുമായി ശംഖകാരൻ മുന്നോട്ട് വന്നു. തൂവെള്ള നിറമാർന്ന ശംഖിൻ്റെ വീതി കൂടിയ ഭാഗം സാലഗ്രാമം പതിച്ച സ്വർണത്തകിടിനാൽ പൊതിഞ്ഞ് മനോഹരമാക്കിയിരിക്കുന്നു. നാരദമുനി എഴുന്നേറ്റ് തൻ്റെ സുഹൃത്തുകൂടിയായ പർവ്വതൻ മുനീന്ദ്രനെ ശംഖനാദം മുഴക്കാനായി ക്ഷണിച്ചു. പർവ്വതൻ ദേവേന്ദ്രനെ വണങ്ങിയ ശേഷം ശംഖ് കൈകളിലെടുത്തു. 4 ദിക്കുകളിലേക്കും തിരിഞ്ഞു നിന്ന് 4 തവണ ഉച്ചത്തിൽ നാദം മുഴക്കി. ദേവസദസ്സ് സമാരംഭിക്കുന്നു. ദേവേന്ദ്രൻ്റെ പ്രഖ്യാപനം വന്നതോടെ അപ്സര സ്ത്രീകളായ രംഭ, മേനക, ഉർവശി, തിലോത്തമമാർ നടനത്തിനുള്ള ആടയാഭരണങ്ങൾ അണിഞ്ഞ് നൃത്തച്ചുവടുകളോടെ മുന്നോട്ട് വന്നു.
സാധാരണയായി ദേവസദസ്സുകളുടെ തുടക്കവും ഒടുക്കവും ദേവനർത്തകിമാരുടെ നടനത്തോടെ ആയിരിക്കുമെന്നതിനാലാണ് പതിവ് തെറ്റിക്കാതെ അപ്സര സ്ത്രീകൾ രംഗത്ത് വന്നത്. എന്നാൽ ഇന്ദ്രൻ ആംഗ്യം കൊണ്ട് അവരെ വിലക്കി. അത്ഭുതം കൂറുന്ന മിഴികളുമായി അവർ പിന്നിലേക്ക് നീങ്ങി. ദേവേന്ദ്രൻ: ഇന്നു നാം ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നതുമായി ബന്ധപ്പെട്ട സകലമാന കാര്യങ്ങളും ദേവഗുരു ബൃഹസ്പതി ഇവിടെ ആമുഖമായി വിശദീകരിക്കും. തിരിഞ്ഞ് ബൃഹസ്പതിയോട്: പൂജനീയ ഗുരുദേവ, അങ്ങ് എൻ്റെ അപേക്ഷ കൈക്കൊണ്ട് പ്രസ്തുത കർമ്മം നിർവഹിച്ചാലും. ദേവഗുരു ബൃഹസ്പതി തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ഇടത്തെ കൈകൊണ്ട് താടിമീശകൾ താഴേക്കു തടവി മന്ദസ്മേരത്തോടെ എഴുന്നേറ്റു. പൂജയിതവ്യ ദേവകളെ നമോവാകം. ഇന്നിവിടെ ചേരുന്നത് അസാധാരണ ദേവസദസ്സാണെന്ന് പ്രത്യേകം വ്യക്തമാക്കാതെ തന്നെ ഗ്രഹിച്ചിരിക്കുമല്ലോ. എന്താണിതിനു ഹേതുവെന്നും ഊഹിച്ചിരിക്കാനാണ് സാധ്യത. ഏവരും ധരിക്കുന്നതുപോലെ അത്യന്തം സാരമായ വിഷയം തന്നെയാണിത്. ഇതിനൊരു നിവൃത്തി വരുത്തുകയെന്നത് ഇനിയും വൈകിക്കാനാവില്ല. ബൃഹദാമ്പതി ഒന്നു നിർത്തി ശബ്ദമുയർത്തി തുടർന്നു: വിണ്ടലം ഇത്ര പരിക്ലിഷ്ടമായ കാലം ഒരിക്കലും ഉണ്ടായിട്ടില്ല. സ്വർലോകത്തുള്ളവരെല്ലാം വല്ലാതെ ആക്രമിക്കപ്പെടുകയും അപമാനിക്കപ്പെടുകയും ചെയ്യുന്നു. ദേവരാജാവ് പോലും അതിൽ നിന്നും ഒഴിവാക്കപ്പെടുന്നില്ല. രാവണൻ്റെ കിങ്കരന്മാരും അനുചരന്മാരും കൂടി ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്ന ക്രൂരതകൾ അതിൻ്റെ എല്ലാ സീമകളും ലംഘിച്ചു തുടരുകയാണ്. രാവണനാവട്ടെ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ദേവലോകത്തുള്ളവർക്ക് മാത്രമല്ല, ത്രിലോകങ്ങളിലുമുള്ള കൗണവരല്ലാത്തവരെല്ലാം ദശാസ്യൻ്റെ അനുചരന്മാരുടെ മ്ലേച്ഛ പ്രവൃത്തികളിൽ മനംതൊന്തു തപിക്കുന്നു. ഇത് പറയുമ്പോൾ ദേവഗുരുവിൻ്റെ ശബ്ദമുയർന്നു. ബൃഹസ്പതി തുടർന്നു: തപോവനങ്ങളിലും തപോലോകങ്ങളിലും കടന്നു ചെന്ന് തപോവിഘ്നം വരുത്തുകയും തപോനിധികളെ ദയാലേശമന്യെ ആക്രമിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. എത്ര പരിതാപകരമായ അവസ്ഥയാണിത്! താപസരുടെ പർണശാലകളിൽ കടന്നു ചെന്ന് തപോമയാഗ്നി കെടുത്തിക്കളഞ്ഞ സംഭവങ്ങൾ പോലുമുണ്ട്. ഇതിൽ പരം അപമാനവും ദേവനിന്ദയും മറ്റെന്താണുള്ളത്? രാക്ഷസർ അതിരുകടന്നിരിക്കുന്നു. ഇനിയും ഇത് തുടരാൻ അനുവദിച്ചുകൂടാ. ഇതു പറയുമ്പോൾ ഉള്ളിലുയർന്ന അസ്വസ്ഥതയും അപ്രീതിയും അടക്കാൻ ദേവഗുരു വല്ലാതെ പണിപ്പെടുന്നത് സ്പഷ്ടമായി കാണാമായിരുന്നു. വികാരാധീനനായ സുരേജ്യൻ മുഖവുര ചുരുക്കി സ്വസ്ഥാനത്തേക്ക് മടങ്ങി. അശ്രുബിന്ദുമതി ഇങ്ങനെ മൊഴിഞ്ഞു: ഗുരുശ്രേഷ്ഠ, എന്തുപറ്റി? ഇത്ര കണ്ട് വികാരാധീനനായി അങ്ങയെ ഇതിനു മുൻപൊരിക്കലും കണ്ടിട്ടില്ലല്ലോ. ബൃഹസ്പതിയുടെ അസ്വസ്ഥത മനസ്സിലാക്കി അശ്രുബിന്ദുമതി ഓടിയെത്തി. പിന്നാലെ നാരദ മഹർഷിയും. ബൃഹസ്പതി: അതേ ഇന്ദ്രപുത്രി, 3 ലോകങ്ങളും ആക്രമിച്ചു കീഴ്പ്പെടുത്തുകയും തികച്ചും അന്തസ്സാരശൂന്യമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന പൗലസ്ത്യൻ്റെ വിക്രിയകളും അതിലൂടെ ദേവഗണങ്ങളും തപോനിധികളടക്കമുള്ളവർ അനുഭവിക്കേണ്ടി വന്നിരിക്കുന്ന മനക്ലേശവും സ്മൃതിപഥത്തിലെത്തിയപ്പോൾ മനസാന്നിധ്യം കൈവിട്ടുപോയി ശചീതനയെ. അടുത്തുണ്ടായിരുന്ന ദേവദാസിയിൽ നിന്നും വെൺചാമരം വാങ്ങി ദേവഗുരുവിനെ വീശിക്കൊണ്ട് അശ്രുബിന്ദുമതി പറഞ്ഞു: അത് മനസ്സിലാക്കുന്നു ഗുരുദേവ. ഇവിടെയുള്ള സകലമാന പേരും വല്ലാതെ തുയർക്കൊണ്ടിരിക്കുകയാണ്, ഒപ്പം കടുത്ത ദുഃഖത്തിലും. അല്ലയോ ദേവഗുരു, ഈ ഉള്ളവരുടെ മനസ്സിൽ ഉയർന്നു വരുന്ന ഒരു സംശയം ഉണർത്തിക്കാൻ അനുവദിച്ചാലും. ബൃഹസ്പതി പറഞ്ഞു: അങ്ങനെ ആവട്ടെ ദേവരാജധനയെ, സംശയമെന്താണ്? അശ്രുബിന്ദുമതി: അല്ലയോ ദേവഗുരു, രാക്ഷസരാജാവായ രാവണൻ ഇത്തരത്തിൽ അജയ്യനായി മാറിയത് ദേവപ്രമുഖരിൽ നിന്നും ലഭിച്ച വരങ്ങളിലൂടെയല്ലേ? ഇത്തരം ദുഷ്ടപ്രവൃത്തികൾ അറപ്പില്ലാതെ ചെയ്യാനുള്ള കരുത്തും ധൈര്യവും രാവണനു ലഭിച്ചതും അതിലൂടെയല്ലേ? ബൃഹസ്പതിയുടെ നയനങ്ങൾ വിടർന്നു. തല ഉയർത്തി ശചീപുത്രിയെ നോക്കി എന്തോ പറയാൻ ഭാവിക്കവേ നാരദൻ ഇടപെട്ടു. നാരായണ നാരായണ, ഇന്ദ്രപുത്രി മൊഴിഞ്ഞതിൽ യാഥാർത്ഥ്യമുണ്ട് ഗുരു. പൊതുവായി പറഞ്ഞാൽ നാം നൽകിയ വരങ്ങളുടെ ബലത്തിൽ നാം തന്നെ ആക്രമിക്കപ്പെടുന്നു, അപമാനിക്കപ്പെടുന്നു. കഷ്ടാൽ കഷ്ടതരം. ഇക്കാര്യത്തിലേക്ക് ഏവരുടെയും ശ്രദ്ധ ക്ഷണിക്കേണ്ടതു തന്നെ. അത് നാം തന്നെ നിർവഹിക്കാം. നാരദ മഹർഷി സഭാവാസികളിലേക്ക് തിരിഞ്ഞു. നാരായണ നാരായണ. അല്ലയോ അഭിവന്ദിരെ, ദേവഗുരു ബൃഹസ്പതിയുടെ വാക്കുകൾ ശ്രവിച്ച നമ്മുടെയൊക്കെ മനസ്സുകളിൽ സമ്മിശ്ര വികാരങ്ങളാണല്ലോ തിരതല്ലുന്നത്. അതിൽ കോപവും താപവും നിസ്സഹായതയും ദുഃഖവും ഒക്കെയുണ്ടെന്നതും നാം കാണുന്നു. ഇത്തരുണത്തിൽ ഒരു പ്രധാന കാര്യം നാം ഓർക്കേണ്ടതുണ്ട്. ദേവന്മാരെ തപസ്സു ചെയ്ത് പ്രീതിപ്പെടുത്തി അവരിൽ നിന്നും നേടിയെടുത്ത വരങ്ങളുടെ ബലത്തിലാണ് രാവണൻ എന്ന ദുഷ്ടരാക്ഷസൻ
ഈ അഹമ്മതിയൊക്കെ കാട്ടിക്കൂട്ടുന്നത്? ഭസ്മാസുരൻ്റെ അനുഭവം നമുക്ക് മുന്നിലുള്ളതാണ്. ഇത് അതേക്കാൾ ഭയാനകമായിരിക്കുന്നു. ഭസ്മാസുരൻ്റെ കാര്യത്തിൽ വിഷ്ണുദേവൻ്റെ തന്ത്രപൂർവമുള്ള ഇടപെടലാണ് രക്ഷണമായത്. നമുക്ക് മുന്നിലുള്ള ഈ സംഗതിയും തെല്ലും നിസ്സാരമായതല്ല എന്ന കാര്യം ഓർമ്മയിൽ വച്ചേ തീരൂ. തുടർന്ന് ദശാനനൻ്റെ ക്രൂരതയ്ക്കും അപമാനത്തിനും ഇരയായവരും അതിനു നേരിട്ടു സാക്ഷ്യം വഹിച്ചവരുമെല്ലാം തങ്ങളുടെ അനുഭവങ്ങൾ വേദനയോടെയും അതിലുപരി ഭീതിയോടെയും വിശദീകരിച്ചു. ഏവരും ഉത്കണ്ഠാകുലരും ഭയചകിതരുമാണെന്ന വസ്തുത സദസ്സിന് ബോധ്യപ്പെട്ടു. അടിയന്തര പരിഹാരം അനിവാര്യമാണെന്ന അഭിപ്രായവും ഏകകണ്ഠമായി ഉണ്ടായി. 8 ദിക്കുകളുടെയും പാലകരായ ഇന്ദ്രനുൾപ്പെടെ അഗ്നി, യമൻ, നിത്യതി, വരുണൻ, മരുത്ത്, കുബേരൻ, ഈശൻ എന്നിവരും ഈ അഭിപ്രായത്തോട് അതിശക്തമായി യോജിച്ചു. തുടർന്നു ചിന്തിച്ചത് പരിഹാരമെന്ന ലക്ഷ്യത്തിലേക്കുള്ള മാർഗത്തെക്കുറിച്ചായിരുന്നു. പലവിധ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉയർന്നുവന്നുവെങ്കിലും സഹായം അഭ്യർത്ഥിച്ച് ദേവദേവൻ ശ്രീ പരമശിവനെ സമീപിക്കുക എന്ന അഭിപ്രായത്തിനായിരുന്നു മുൻതൂക്കം. ഈ അവസരത്തിലാണ് സ്വർഗരാജാവായ പുരന്ദരൻ ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചത്. അല്ലയോ പൂജനീയരെ, പ്രശ്നനിവൃത്തിക്കായി നാം ഏതൊരു മൂർത്തിയെ സമീപിച്ചാലും സമക്ഷത്ത് ധരിപ്പിക്കുന്നതിനായി കൃത്യവും വിശദവുമായ വിവരങ്ങൾ നമ്മുടെ പക്കലുണ്ടാവണം. ചോദ്യങ്ങളുണ്ടാവുക സ്വാഭാവികം. എന്നതുകൊണ്ടുതന്നെ വസ്തുതാപരമായ മറുപടി നൽകുവാൻ നാം സജ്ജരായിരിക്കണം. രാവണൻ എന്ന അഹങ്കാരിയുടെയും അനുചരന്മാരുടെയും കൊള്ളരുതായ്മകളെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു ചിത്രം നമുക്ക് തയ്യാറാക്കി വച്ചേ മതിയാവും. കശ്യപൻ ഇങ്ങനെ പറഞ്ഞു: സ്വർഗനാഥൻ ഇപ്പോൾ ഉര ചെയ്തത് അവശ്യം വേണ്ട ഒന്ന് തന്നെയാണ്. ഇത് ഉടനെ തന്നെ ഉണ്ടാവുകയും വേണം. ക്ഷിപ്രപ്രശ്ന നിവൃത്തിക്കും അരാധീ നിഗ്രഹത്തിനും അത് കൂടിയേ തീരൂ. ദുർവാസാവ് പറഞ്ഞു: ഇപ്പോഴുണ്ടായ ദേവവാണികളോട് നാം സമ്പൂർണമായി യോജിക്കുകയാണ്. രാവണൻ്റെയും അനുചരന്മാരുടെയും അധമ പ്രവൃത്തികളെക്കുറിച്ചും ക്രൂരതകളെക്കുറിച്ചും കൃത്യമായ വിവരങ്ങൾ ഗ്രഹിക്കാനും അത് യഥാവിധി ബോധിപ്പിക്കാനും ഏതെങ്കിലും ഒരു ദേവനെയോ ഒന്നിലധികം ദേവന്മാരെയോ ചുമതലപ്പെടുത്തുന്നതാവും അഭികാമ്യം. ദേവേന്ദ്രൻ്റെയും കശ്യപമുനിയുടെയും അഭിപ്രായങ്ങളെ സദസ്സ് ഒന്നടങ്കം സ്വാഗതം ചെയ്തു. അത് സ്വാഗതഘോഷം മുഴക്കി അവർ പ്രകടിപ്പിക്കുകയുമുണ്ടായി. ഇതിനായി ആരെ ചുമതലപ്പെടുത്തും എന്നതിനെക്കുറിച്ചുള്ള ആലോചന തുടങ്ങും മുൻപ് തന്നെ വായുദേവൻ അതിനുള്ള സന്നദ്ധത പ്രകടിപ്പിച്ച് മുന്നോട്ട് വന്നു. മാരുതൻ പറഞ്ഞു: സുപ്രധാനമായ ഈ ചുമതല ഏറ്റെടുക്കാൻ ഞാൻ സന്നദ്ധനാണെന്ന് സംപൂജ്യ ദേവേശനെയും ആരാധ്യ ഗുരുദേവജ്ഞനെയും ദേവഗണങ്ങളെയും വിനയപൂർവം അറിയിച്ചുകൊള്ളട്ടെ. വായുദേവൻ്റെ ഈ തീരുമാനം ദേവസദസ്സിൽ പങ്കെടുത്തിരുന്ന എല്ലാവരിലും ഇരട്ടി മധുരത്തിൻ്റെ അനുഭവമാണുണ്ടാക്കിയത്. വിവരശേഖരണത്തിനുള്ള തീരുമാനമെന്ന ആദ്യ മധുരത്തിനൊപ്പം വായുദേവൻ്റെ സ്വമേധയായുള്ള സമ്മതം മറ്റൊരു മധുരം കൂടിയായി. സപ്തഋഷികളും നാരദമുനിയും അടക്കമുള്ളവരും സ്വസ്ഥാനങ്ങളിൽ നിന്നും എഴുന്നേറ്റ് വായുദേവൻ അടുത്തെത്തി അദ്ദേഹത്തെ അഭിനന്ദനം അറിയിക്കുന്നതും കാണാമായിരുന്നു. വായുദേവനാവട്ടെ വിനീതനായി നിന്ന് അഭിനന്ദനങ്ങൾക്ക് നന്ദി പറയുന്നുമുണ്ടായിരുന്നു. ദേവേന്ദ്രൻ്റെ വാക്കുകൾ ഇങ്ങനെ തുടർന്നു: സംപൂജ്യ വായുദേവ, അങ്ങയുടെ ഈ സ്വമേധയായുള്ള സഹകരണത്തിനും സഹായത്തിനും നമ്മുടെ മനം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. അങ്ങയുടെ തീരുമാനപ്രകാരം തന്നെ കാര്യങ്ങൾ പുരോഗമിക്കട്ടെ. അങ്ങ് ഏറ്റെടുത്ത ഈ ദൗത്യം വിജയകരമായി പൂർത്തീകരിക്കുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല. അതിനുശേഷം വീണ്ടും ദേവസദസ്സ് വിളിച്ചുകൂട്ടി കാര്യങ്ങൾ അന്തിമമായി തീരുമാനിക്കാം പ്രഭു. മംഗളം ഭവതു. വായുദേവൻ: നന്ദി രാജൻ, നന്ദി. തുടർന്ന് ദേവേന്ദ്രൻ ദേവസദസ്സ് താൽക്കാലികമായി അവസാനിപ്പിച്ചതായും അടുത്ത സദസ്സ് എന്നാണെന്ന കാര്യം ഉടൻ തന്നെ അറിയിക്കുന്നതാണെന്നും പ്രഖ്യാപിച്ചു. സദസ്സിൽ പങ്കെടുക്കാനെത്തിയവരെല്ലാം ഒന്നൊന്നായി പിരിഞ്ഞു പോകാൻ തുടങ്ങി. ദേവേന്ദ്രൻ അപ്പോഴും വിഷണ്ണനായി ഇരിക്കുകയായിരുന്നു. മുഖത്ത് വിവിധ വികാരങ്ങൾ മിന്നിമറയുന്നുണ്ട്. ഒരു ദീർഘനിശ്വാസത്തോടെ മുഖമുയർത്തുമ്പോൾ കണ്ടത് പത്നി ഇന്ദ്രാണി, പുത്രി അശ്രുബിന്ദുമതി, പുത്രൻ ജയന്തൻ എന്നിവർ ദുഃഖഭാവത്തിൽ തൊടുകൈകളുമായി നിൽക്കുന്നതാണ്. അവരെ കണ്ടയുടൻ മുഖത്തേക്ക് പണിപ്പെട്ടു ക്ഷണിച്ചു വരുത്തിയ സന്തോഷത്തോടെ വരൂ എന്ന അർത്ഥത്തിൽ തലയാട്ടി. ഇന്ദ്രാണി പറഞ്ഞു: പ്രിയപതേ, എഴുന്നേറ്റാലും അമൃതേത്തിനും പള്ളിയുറക്കത്തിനും സമയമായിരിക്കുന്നു. വന്നാലും. ഇന്ദ്രൻ: അതേ ശചീദേവി, അത് ഞാൻ അറിയുന്നു. നമുക്ക് പോകാം. ജിഷ്ണു എഴുന്നേറ്റു. മന്ത്രമണ്ഡപത്തിന് പുറത്തേക്ക് മെല്ലെ നടന്നു നീങ്ങവേ ഗുരു ബൃഹസ്പതിയോടായി ഇന്ദ്രൻ: ദേവഗുരുവേ, അങ്ങേക്ക് തിടുക്കമില്ലെങ്കിൽ
ഉള്ളവർക്കൊപ്പം കൂടിയാലും ബൃഹസ്പതി. അങ്ങനെ തന്നെ ആയിക്കോട്ടെ രാജൻ. എല്ലാവരുമായി പുറത്തേക്ക് നടന്നു. വായുദേവൻ പിന്നീട് ഒട്ടും അമാന്തിച്ചില്ല. ദശാനനൻ്റെ ചെയ്തികളെക്കുറിച്ചുള്ള സമഗ്ര വിവരശേഖരണം എന്ന ലക്ഷ്യവുമായി ഉടനെ തന്നെ യാത്ര തിരിച്ചു. എത്രയും വേഗം ത്രികൂടാചലത്തിലെത്തണം. രാവണ രാജധാനിയായ ലങ്കാപുരി ത്രികൂടശൈലത്തിലാണ്. ത്രികൂടാചലമാകെ സൂക്ഷ്മ നിരീക്ഷണം നടത്തിക്കൊണ്ടാവണം അന്വേഷി എന്ന നിലയിലുള്ള തൻ്റെ നീക്കങ്ങൾക്ക് തുടക്കം കുറിക്കാനെന്ന് വായുദേവൻ നേരത്തെ തന്നെ നിശ്ചയിച്ചതാണ്. പൊതുവെ ഇരുണ്ട നിലയിലുള്ള ഈ പർവ്വതനിര പിഞ്ചരിതമാകപ്പെട്ടതിനു കാരണം ലങ്കാപുരിയിൽ നിന്നുതിരുന്ന പ്രകാശപ്പൊലിമയാണെന്ന് വായുദേവന് മനസ്സിലായി. കണ്ണഞ്ചിപ്പിക്കുന്ന സ്വർണപ്രകാശം ചൊരിഞ്ഞു നിൽക്കുന്ന ലങ്കാപുരി ദൂരക്കാഴ്ചയിൽ ത്രികൂടാചലം അതിൻ്റെ മാറിൽ സ്യമന്തകം മണി അണിഞ്ഞു നിൽക്കുന്നത് പോലെ തോന്നിച്ചു. എന്നാൽ നേരിട്ടുള്ള അനുഭവങ്ങൾ വ്യക്തമാക്കിയതാവട്ടെ, ലങ്കാപുരി സ്യമന്തകമണിഞ്ഞു നിൽക്കുകയല്ല, മറിച്ച് അതൊരു സ്യമന്തക പഞ്ചകമാണെന്നാണ്. ലങ്കയിൽ കടന്നു ചെന്ന അനിലന് സ്വപ്നേബി കരുതാത്തതായ കാഴ്ചകളാണ് കാണാൻ കഴിഞ്ഞത്. അസാധാരണവും അസുലഭവുമായ രത്നങ്ങളുടെയും സ്വർണത്തിൻ്റെയും ലോക കലവറയായിരിക്കുന്നു ലങ്ക. രാവണന് കണികണ്ടുണരുന്നതിനായി കൊട്ടാരമുറ്റത്ത് പൊന്നുകൊണ്ടുള്ള ചെറുശൈലം തന്നെ തീർത്തിരിക്കുന്നു. പൂമുഖമാകെ സ്വർണ്ണ കമലങ്ങളാൽ അലങ്കൃതമാണ്. പൊന്നിൻ ചരടിൽ കോർത്തിട്ടിരിക്കുന്ന അപൂർവ രത്നങ്ങളിൽ നിന്നുതിരുന്ന രശ്മികൾ വിവിധ വർണ്ണങ്ങൾ വിതർന്നു. രാവണൻ്റെ അംഗരക്ഷകരുടെയും കാവൽക്കാരുടെയും വൻ സംഘങ്ങളെ തന്നെ അവിടെ കാണാം. എന്നാൽ എല്ലായിടത്തും എല്ലാവരിലും ഒരുതരം അമാന്യതയും അഹങ്കാരവും പ്രകടം. കൊട്ടാരവളപ്പിന് വളരെ അകലെയല്ലാതെ ഒരു കോണിൽ നൂറുകണക്കിന് തടവുകാരെ പാർപ്പിച്ചിരിക്കുന്നു. അവരിൽ ഏറിയ പങ്കും കുറ്റവാളികളല്ലെന്ന് പ്രഥമ ദൃഷ്ട്യാ തന്നെ ആർക്കും മനസ്സിലാവും. ഈശ്വരചിന്തയുമായി പ്രാർത്ഥനകളിലും പൂജകളിലും മറ്റും മുഴുകിക്കഴിഞ്ഞിരുന്നവരെ രാവണകിങ്കരന്മാർ പിടികൂടിക്കൊണ്ടുവന്ന് തടവുകാരായി പാർപ്പിച്ചിരിക്കുകയാണ്. കമണ്ഡലവും യോഗദണ്ഡും വഹിച്ചിരിക്കുന്ന താപസന്മാർ പോലും തടവിലാക്കപ്പെട്ടിരിക്കുന്നവരുടെ കൂട്ടത്തിലുണ്ടെന്നത് സമീരൻ്റെ മനസ്സിനെ പിടിച്ചുലച്ചു. തടവിലാക്കപ്പെട്ടവരെ രാവണൻ്റെ അനുചരന്മാർ വല്ലാതെ ഉപദ്രവിക്കുന്നതായി വായുദേവൻ കണ്ടു. ഇത്തരം ക്രൂരതകൾക്കെല്ലാം നേതൃത്വവും പ്രോത്സാഹനവും നൽകുന്നത് രാവണ സഹോദരി ശൂർപ്പണഖയാണെന്ന് കണ്ടു. ശൂർപ്പം അഥവാ മുറം പോലെ നഖങ്ങളുള്ള ശൂർപ്പണഖയെ മറ്റുള്ളവർ വല്ലാതെ ഭയക്കുന്നതായും തോന്നി. അതേസമയം രാവണൻ്റെ സഹോദരൻ വിഭീഷണൻ തിരക്കൊഴിഞ്ഞ ഒരു കോണിലെ വൃക്ഷച്ചുവട്ടിൽ ജപമാലയുമായിരുന്ന് നാമം ജപിക്കുകയാണ്. അദ്ദേഹത്തോട് നേരിട്ടല്ലെങ്കിൽ കൂടി അദ്ദേഹത്തെയും അധിക്ഷേപിക്കാൻ രാക്ഷസർ മടിക്കുന്നില്ല എന്നത് വായുദേവന് ബോധ്യപ്പെട്ടു. വിഭീഷണനാവട്ടെ എല്ലാം അറിയുന്നുണ്ടെങ്കിലും ഒന്നും അറിയുന്നില്ലെന്ന മട്ടിൽ നാമജപത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിർവികാരനായിരിക്കുന്നു. രാവണൻ്റെ മറ്റൊരു സഹോദരൻ കുംഭകർണനാവട്ടെ ഉറക്കത്തിലാണ്. കർബുരന്മാരുടെ ചെറു സംഘങ്ങളെ അവിടെയായി കാണാം. അവരിൽ ഏറെ പേരുടെയും പെരുമാറ്റം ഉന്മത്തരാണെന്ന മട്ടിലായിരുന്നു. രാവണൻ്റെ മന്ത്രിമാരിലൊരാളായ ധൂമ്രാക്ഷൻ ഇടയ്ക്കിടെ കൊട്ടാരത്തിന് പുറത്തു വന്ന് വിഹഗവീക്ഷണം നടത്തി മടങ്ങിപ്പോകുന്നു. കുംഭകർണൻ്റെ മകൻ കുംഭൻ കാവൽക്കാരോട് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശിക്കുന്നുണ്ട്. കശ്യപൻ്റെ പുത്രിയും രാവണൻ്റെ കൊട്ടാരത്തിലെ വനിതാ കാവൽക്കാരായ രാക്ഷസിമാരുടെ നേതാവുമായ സിംഹിക ഇടയ്ക്കിടെ രാക്ഷസിമാരെ അടുത്ത് വിളിച്ച് നിർദ്ദേശങ്ങൾ നൽകുന്നത് കാണാം. ആരെയും ഭയപ്പെടുത്തുന്ന രൂപവും ഭാവവുമാണ് സിംഹികയുടേത്. അതിശക്തയാണവരെന്നും ശരീരഭാഷയിലൂടെ വ്യക്തം. രാവണൻ്റെ മാതുലനായ മാരീചനും മാതാമഹനായ സുമാലിയും മാരീചൻ്റെ സഹോദരൻ സുബാഹുവും കൊട്ടാരത്തിൻ്റെ മുൻഭാഗത്തായി അലങ്കൃത കസേരകളിൽ അമർന്ന് സംഭാഷണം നടത്തുന്നു. രാവണൻ്റെ ബന്ധുവായ കാലനേമിയും സമീപത്തുണ്ട്. സംഭാഷണമധ്യേ രാവണദാസനായ ഖരൻ എന്ന രാക്ഷസനെ അടുത്തു വിളിച്ച് മാരീചൻ ചില നിർദ്ദേശങ്ങൾ നൽകുന്നു. ഖരൻ വേഗത്തിൽ നടന്ന് വിഭീഷണൻ്റെ ചാരത്തു ചെന്ന് വായ് പൊത്തി ബഹുമാനപൂർവ്വം നിന്ന് എന്തോ പറയുന്നുണ്ട്. വിഭീഷണനാവട്ടെ അത് സാധ്യമല്ല എന്ന മട്ടിലാണ് മറുപടി നൽകുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ അംഗവിക്ഷേപങ്ങളിൽ നിന്നും വ്യക്തമാവുന്നു. മറുപടി ശ്രവിച്ച ശേഷം തൊഴുതു മടങ്ങുകയായിരുന്ന ഖരനെ വിഭീഷണൻ തിരിച്ചു വിളിച്ചു. അടുത്തിരുന്ന എഴുത്തോലപ്പെട്ടി തുറന്ന് നാരായവും എഴുത്തോലയും എടുത്ത് എന്തോ എഴുതി അത് മാരീചന് നൽകുവാൻ നിർദ്ദേശിച്ചു. കുറിമാനവുമായി ഖരൻ മടങ്ങി. വിഭീഷണൻ ജപം തുടർന്നു.
വിഭീഷണൻ നൽകിയ കുറിമാനവുമായി ഖരൻ മാരീചന് സമീപമെത്തി അത് നൽകി. അതിലുണ്ടായിരുന്നത് പ്രിയതരമായ കാര്യമല്ല എന്ന് മാരീചൻ്റെ മുഖഭാവം കണ്ടാലറിയാം. കുറിമാനം വായിച്ച ശേഷം അത് സുമാലിക്കു നൽകി. സുമാലി സുബാഹുവിനും. പിന്നിൽ നിന്ന് കാലനേമിയും കുറിമാനത്തിലെ ഉള്ളടക്കം മനസ്സിലാക്കുന്നു. അവരുടെയൊക്കെ മുഖത്ത് മ്ലാനതയും അസംതൃപ്തിയും ഇച്ഛാഭംഗവും. തെല്ലുനേരത്തെ മൗനത്തിനു ശേഷം മൂവരും തമ്മിൽ ഗൗരവതരമായ ചർച്ചയിലേക്ക് കടന്നു. മാരീച സുമാലി സുബാഹു സംഭാഷണം പുഷ്പക വിമാനത്തെക്കുറിച്ചുള്ളതാണെന്ന് മനസ്സിലാക്കാൻ മാരുതന് തീരെ പ്രയാസമുണ്ടായില്ല. ദിവ്യമായ സ്നേഹബന്ധത്തെക്കുറിച്ചോ കളങ്കമറ്റ രക്തബന്ധത്തെക്കുറിച്ചോ തീരെ ഗ്രാഹ്യമില്ലാത്ത രാവണൻ സ്വസഹോദരൻ്റെ വിമാനം അപഹരിച്ചെടുത്തത് സംബന്ധിച്ചാണ് അവർ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നത്. രാവണൻ്റെ പിതാവായ വിശ്രവസിന് ഇളിബിളയിൽ ജനിച്ച മകനാണ് കുബേരൻ. ധനാധിപനായ കുബേരനുണ്ടായിരുന്ന പുഷ്പക വിമാനം രാവണൻ അപഹരിച്ചെടുക്കുകയായിരുന്നു. പുഷ്പത്തെപ്പോലെ ഭംഗിയുള്ള ഈ വിമാനം കുബേരന് ബ്രഹ്മാവ് ദാനം ചെയ്തതാണ്. അതിനെയാണ് സ്വസഹോദരൻ എന്ന പരിഗണന പോലും നൽകാതെ കടുത്ത മുഷ്കിലൂടെ ദശാനനൻ അപഹരിച്ചെടുത്തത്. വരബലത്താൽ അതിശക്തി പൂണ്ട് 3 ലോകങ്ങളും കീഴ്പ്പെടുത്തി വാണരുളുന്ന രാവണനോട് എതിരിട്ട് നിൽക്കാനുള്ള കെൽപ്പ് കുബേരനില്ലാത്തതിനാൽ മൗനം പൂണ്ടു. അതേസമയം താൻ ദാനം നൽകിയ വിമാനം തട്ടിയെടുത്ത കാര്യം ബ്രഹ്മദേവൻ ശ്രദ്ധിക്കാതിരുന്നില്ല എന്ന കാര്യവും മാരുതൻ ഓർത്തു. ലങ്കാപുരിയിലാകെ രാവണൻ്റെ രൂപങ്ങൾ കൊത്തിവച്ചിട്ടുണ്ട്. വെണ്ണക്കല്ലിലും തങ്കത്തിലും പഞ്ചലോഹക്കൂട്ടിലുമൊക്കെയായി 100 കണക്കിന് പ്രതിമകളാണുള്ളത്. ഇവയെല്ലാം മനോഹരമായി അലങ്കരിച്ച് പുഷ്പഹാരങ്ങളും ചാർത്തി മിഴിവുറ്റതാക്കിയിട്ടുണ്ട്. രാക്ഷസർ ഈ പ്രതിമകളെ തൊഴുതു വലം വയ്ക്കുന്നു. ദശമുഖൻ്റെ സേനാതാവളങ്ങളിൽ 1000കണക്കിന് സേനാംഗങ്ങളാണുള്ളത്. ക്രൂരമുഖഭാവമുള്ള രാക്ഷസർ. അവരെല്ലാം തന്നെ നിരന്തരമായ കായികാഭ്യാസത്തിലും പരിശീലനത്തിലുമാണ്. അവർക്കു വേണ്ട മാംസാഹാരങ്ങൾ കൃത്യസമയത്തു തന്നെ എത്തുന്നു. ആയുധങ്ങൾ മൂർച്ച കൂട്ടുന്നതിനും പരിപാലിക്കുന്നതിനുമായി പ്രത്യേക വിഭാഗം. വിവിധ തരത്തിലുള്ള ആയുധങ്ങളാണ് അവിടെ ശേഖരിച്ചിട്ടുള്ളത്. അവയെല്ലാം ഉപയോഗക്ഷമമാണോ എന്ന് പരിശോധിക്കാൻ പ്രത്യേക സംഘം. രാക്ഷസരല്ലാത്തവരായുള്ള ആരെയും ആക്രമിക്കുക എന്നതിൽ രാവണ സിൽബന്ധികൾ ആനന്ദം കണ്ടെത്തുകയാണ്. താപസരെയും മുനിമാരെയും പൂജാരിമാരെയും ഒക്കെ രാവണൻ്റെ ബന്ധുക്കളും അനുചരന്മാരും വല്ലാതെ ഉപദ്രവിക്കുകയാണെന്ന് വായുദേവൻ നോക്കിക്കണ്ടു. മുനിമാരുടെ പർണശാലകൾ തകർക്കുകയും അഗ്നിക്കിരയാക്കുകയും ചെയ്യുന്നു. അവരുടെ തപസ്ഥാനങ്ങളിൽ രക്തവും മാംസവും മറ്റ് മലിന വസ്തുക്കളുമൊക്കെ ഇട്ട് അശുദ്ധമാക്കി അവരെ ഓടിക്കുന്നു. ദേവാരാധന നടത്തുന്ന ഇടങ്ങളെല്ലാം തന്നെ തകർത്തു തരിപ്പണമാക്കുകയാണ്. മുനിമാരെയും താപസന്മാരെയും ഒക്കെ വിവസ്ത്രരാക്കി മർദ്ദിക്കുവാൻ പോലും ഇവർ മടിക്കുന്നില്ല. രാവണഭടന്മാരുടെയും കിങ്കരന്മാരുടെയും ശബ്ദം കേൾക്കുമ്പോൾ തന്നെ രാക്ഷസരല്ലാത്തവരെല്ലാം പലായനം ചെയ്യുന്നു. ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവരെ പിന്നാലെ ചെന്നു പിടികൂടി ഉപദ്രവിക്കാനും ഇവർ തെല്ലും മടിക്കുന്നില്ല. ലങ്കാഗോപുരത്തിൻ്റെ ദ്വാരപാലികയായ ലങ്കാലക്ഷ്മി ഗോപുരവാതിൽക്കൽ തന്നെയുണ്ട്. കയ്യിൽ നീണ്ട കുന്തം, അരയിൽ തൂക്കിയിട്ട വാൾ. ലങ്കയുടെ ഐശ്വര്യദേവതയായി കണക്കാക്കുന്ന ലങ്കാലക്ഷ്മിയെ ഏവരും ബഹുമാനത്തോടെ വണങ്ങുന്നു. ഇതു കണ്ട് മാരുതൻ അകമേ ചിരിച്ചു. ശാപഫലമായി ലങ്കയിൽ കഴിയേണ്ടി വന്ന ഈ ഹതഭാഗ്യയ്ക്ക് തൻ്റെ പുത്രനാൽ ശാപമോക്ഷം ലഭിക്കുമെന്ന കാര്യം അനിലൻ അകക്കണ്ണിനാൽ കണ്ടു. തൻ്റെ പുത്രൻ ഹനുമാന്റെ പക്കൽ നിന്നും അടിവാങ്ങി ശാപമോക്ഷം ലഭിക്കാനാണ് ഇവൾക്ക് വിധിയെന്ന കാര്യവും വായുദേവൻ ഓർത്തു. ലങ്കാലക്ഷ്മിയുടെ പൂർവ്വജന്മത്തിലെ പേര് വിജയലക്ഷ്മി എന്നായിരുന്നു. ബ്രഹ്മാവിൻ്റെ ഭണ്ഡാരം സൂക്ഷിക്കുന്ന ചുമതലയാണ് വഹിച്ചിരുന്നത്. ഏറ്റെടുത്ത ജോലിയിൽ അശ്രദ്ധ കാട്ടിയതിൻ്റെ പേരിൽ ബ്രഹ്മാവ് വിജയലക്ഷ്മിയെ ശിക്ഷിച്ചു. ബ്രഹ്മാവ് പറഞ്ഞു, ഹേ ഭണ്ഡാരപാലികെ, ഏറ്റെടുത്ത ജോലിയിൽ ഭവതി വീഴ്ച വരുത്തിയിരിക്കുകയാണ്. അശ്രദ്ധയോടെ ചുമതലകൾ നിർവഹിക്കുന്നത് ശരിയായ കാര്യമല്ല. ഏറ്റെടുത്ത ഉത്തരവാദിത്വം എന്തുതന്നെയായാലും കൃത്യമായും സത്യമായും പൂർത്തീകരിക്കുകയാണ് വേണ്ടത്. അതിൽ വീഴ്ച വരുത്തുന്നത് ശിക്ഷാർഹമെന്നു മാത്രമല്ല, മാന്യതയ്ക്ക് നിരക്കുന്നതുമല്ല. ആയതിനാൽ വിജയലക്ഷ്മി ഇപ്പോൾ വഹിക്കുന്ന ചുമതലയിൽ നിന്നും പിരിഞ്ഞ് രാവണൻ്റെ ഗോപുരം കാത്തുകൊള്ളുക. ശാപവാക്കുകൾ കേട്ട വിജയലക്ഷ്മി ഞെട്ടി. ശാപമോക്ഷത്തിനായി സത്യകൻ്റെ കാൽക്കൽ വീണ് കേണപേക്ഷിച്ചു. വിജയലക്ഷ്മിയുടെ കണ്ണീരു കണ്ട് ബ്രഹ്മാവിൻ്റെ മനസ്സലിഞ്ഞു. ബ്രഹ്മാവ് പറഞ്ഞു, ഇത് കേൾക്കുക, മഹാവിഷ്ണുവിന് ഇനിയും അവതാരങ്ങളുണ്ട്.
വിഷ്ണുദേവൻ വീണ്ടും മനുഷ്യാവതാരം കൈക്കൊള്ളുമ്പോഴുണ്ടാകുന്ന സംഭവ വികാസങ്ങൾക്കിടെ വായുപുത്രനായ ഹനുമാൻ ലങ്കയിലെത്തും. ദ്വാരപാലക എന്ന നിലയിൽ മാരുതിയെ നീ തടയുമ്പോൾ അദ്ദേഹം കോപാകുലനായി നിന്നെ അടിച്ചു വീഴ്ത്തി മുന്നോട്ടു പോകും. വായുതനയൻ്റെ അടിയേൽക്കുന്നതോടെ നീ ശാപവിമുക്തയാകും. തുടർന്ന് നീ ഇങ്ങോട്ട് പോന്നുകൊള്ളുക. ബ്രഹ്മാവിൻ്റെ ശാപം മൂലം വിജയലക്ഷ്മിക്ക് ലങ്കയിൽ ജനിക്കേണ്ടി വന്നു. വളർന്ന് ലങ്കാലക്ഷ്മി എന്ന പേരിൽ രാവണൻ്റെ ദ്വാരപാലകയായി. ലങ്കാലക്ഷ്മി കൊട്ടാരത്തിലെത്തിയതോടെയാണ് രാവണന് എല്ലാ ഐശ്വര്യങ്ങളും വന്നു ചേരാൻ തുടങ്ങിയത്. കൊട്ടാരവാതിൽക്കൽ കൂർത്തു നീണ്ട കുന്തവുമായി ഉലാത്തുകയായിരുന്ന ലങ്കാലക്ഷ്മി തനിക്കൊപ്പമുള്ള രാക്ഷസർക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ടായിരുന്നു. എന്തോ ആപത്തുണ്ടാവാൻ പോകുന്നതായി ദൈത്യഗുരു ശുക്രാചാര്യൻ സൂചന നൽകിയതായി ലങ്കേശൻ അറിയിച്ചിട്ടുണ്ടെന്ന കാര്യം വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു ലങ്കാലക്ഷ്മിയുടെ നിർദ്ദേശങ്ങൾ. ഇത് കണ്ടുനിന്ന മാരുതന് ചിരി വന്നു. അത് ഉള്ളിലടക്കി ആത്മഗതമായി പറഞ്ഞു, ഹേ നക്തഞ്ചരപതി, നിന്റെ ഐശ്വര്യങ്ങൾക്ക് ഇനി ഏറെ ആയുസ്സില്ല. നിന്റെ നാളുകൾ എണ്ണപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. അഹന്തയ്ക്കും അക്രമത്തിനും ഏറെ നാൾ വാഴ്വില്ല എന്ന സത്യം നിനക്കറിയില്ലെന്നായിപ്പോയി. ലങ്കാലക്ഷ്മി മൂലമുള്ള സൗഭാഗ്യങ്ങളും അസ്തമയത്തിലേക്ക് നടന്നടുത്തുകൊണ്ടിരിക്കുന്നു. അല്ലയോ പൗലസ്ത്യ, നിന്റെ അന്തകൻ ഉടനെത്തും. വായുദേവൻ മുന്നോട്ട് നീങ്ങി. രാവണൻ കൊട്ടാരത്തിൽ തന്നെയുണ്ട്. രാക്ഷസ പ്രമുഖർ, അസുര രാജാക്കന്മാർ, സേനാനായകർ തുടങ്ങിയവരെല്ലാം ചാരത്തുണ്ട്. രാവണൻ്റെ പത്നി മണ്ഡോദരി നാലും കൂട്ടി മുറുക്കി ചുവപ്പിച്ച് സ്വർണാഭരണ വിഭൂഷിതയായി രാവണൻ്റെ ഇടതുവശത്ത് ഉപവിഷ്ടയായിരിക്കുന്നു. വലതുഭാഗത്ത് വീരശൂര പരാക്രമിയായ മേഘനാഥൻ. രാവണൻ്റെ വാമഭാഗത്തിരുന്ന് മണ്ഡോദരി എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. മുന്നിലെ വേദിയിൽ വിലാസനൃത്തം തുടരുന്നു. രാവണൻ ഒരു സ്ത്രീണനാണെന്ന കാര്യം വായുദേവൻ ഓർത്തു. സ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാലും സ്ത്രീകളെ അപമാനിക്കാൻ ശ്രമിച്ചതിനാലും രാവണനെ എത്രയെത്ര പ്രതിസന്ധികളെയാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത്. എന്തെന്തു നാശങ്ങൾ, എത്രയെത്ര ശാപങ്ങൾ. എന്നിട്ടും പാഠം പഠിക്കുന്നില്ലല്ലോ. ബ്രഹ്മദേവൻ്റെ മാനസപുത്രിയായ പുഞ്ചികാദേവിയെ രാവണൻ അപമാനിക്കാൻ ശ്രമിച്ചതിന് തക്ക ശിക്ഷയാണ് ലഭിച്ചത്. ഏതെങ്കിലും സ്ത്രീയെ അവരുടെ സമ്മതമില്ലാതെ തൊടുന്ന പക്ഷം നിന്റെ 10 തലകളും ഉടൻ പൊട്ടിത്തെറിച്ചു പോകട്ടെ എന്നായിരുന്നു ബ്രഹ്മദേവൻ്റെ ശാപം. കുശധ്വജൻ എന്ന മഹർഷിയുടെ പുത്രി വേദവതി തപസ്സു ചെയ്തുകൊണ്ടിരിക്കെ രാവണൻ ബലമായി കടന്നുപിടിച്ചു. കോപിഷ്ഠയായ വേദവതി രാവണനെ ശപിച്ചു. ദുഷ്ടരാക്ഷസ, നിന്റെ മരണത്തിനു കാരണം ഞാനായിരിക്കും. അതിനായി ഞാൻ വീണ്ടും ജനിക്കും. ഇങ്ങനെ ശപിച്ചിട്ട് നീ തൊട്ട ശരീരം എനിക്കിനി വേണ്ട എന്നു പറഞ്ഞ് അഗ്നിപ്രവേശം ചെയ്തു. വേദവതിയാണ് പിന്നീട് സീതയായി ജനിച്ചത്. ദശാനനൻ ഒരിക്കൽ വൈശ്രവണൻ്റെ മകൻ നളകൂബരൻ്റെ പ്രതിശ്രുതവധുവായ രംഭയെ ഒരു യാത്രാവേളയിൽ അപമാനിച്ചു. രംഭ ഈ വിവരം നളകൂബരനോട് പറഞ്ഞു. ഇതറിഞ്ഞ് നളകൂബരനും രാവണനെ ശപിച്ചു. ബ്രഹ്മദേവൻ ശപിച്ചതുപോലെ സമ്മതമില്ലാതെ സ്ത്രീയെ തൊട്ടാൽ 10 തലകളും പിളർന്നു പോകട്ടെ എന്നായിരുന്നു ശാപം. സമുദ്രസ്നാനത്തിനെത്തിയ ബ്രാഹ്മണ യുവതികളെ അവരുടെ മാതാപിതാക്കളുടെ മുന്നിൽ വച്ച് രാവണൻ അപമാനിച്ചപ്പോൾ ആ മാതാപിതാക്കൾ രാവണനെ ശപിച്ചു. നിന്റെ ഭാര്യയെ നിന്റെ കൺമുന്നിൽ വച്ച് വാനരന്മാർ അപമാനിക്കട്ടെ എന്നായിരുന്നു ശാപം. ഒരിക്കൽ അഗ്നിദേവൻ്റെ മുന്നിൽ വച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യയായ സ്വാഹാദേവിയെ രാവണൻ മാനഭംഗം ചെയ്യുകയുണ്ടായി. അന്ന് അഗ്നിദേവനും ശപിച്ചു. നീ നോക്കിയിരിക്കെ നിന്റെ പത്നിയെ കുരങ്ങന്മാർ ബലാത്കാരം ചെയ്യട്ടെ എന്ന്. മാരുതവനത്തിൽ ഋതുവർണൻ്റെ ഭാര്യ മദനമജ്ജരിയെ പീഡിപ്പിച്ചതിന് നീ ഒരു മനുഷ്യനാൽ മരണമടയും എന്നാണ് ഋതുവർണൻ ശപിച്ചത്. ദേവലോകം കീഴടക്കിയ ശേഷം രാവണൻ മടങ്ങവേ പേടിച്ചൊളിക്കാൻ ശ്രമിക്കുകയായിരുന്ന സുലോചനയെ ബലമായി പിടിക്കാൻ തുനിയവേ ബൃഹസ്പതി രാവണനെ ശപിച്ചു. കാമബാണമേറ്റ് മതിക്കുന്ന നീ രാമബാണമേറ്റ് മരിക്കും എന്നായിരുന്നു ശാപം. സ്വന്തം സഹോദരിയെ കൺമുന്നിൽ വച്ച് അധരാദി അവയവങ്ങളിൽ ക്ഷതമേൽപ്പിച്ചപ്പോൾ ദ്വൈപായനനും രാവണനെ ശപിച്ചു. നിന്റെ സഹോദരിയെ ഒരു മനുഷ്യൻ അംഗഭംഗപ്പെടുത്തട്ടെ, ഭാര്യയെ വാനരന്മാർ മാനഭംഗപ്പെടുത്തട്ടെ എന്ന്. അത്രി മഹർഷിയുടെ പത്നിയെ അദ്ദേഹത്തിൻ്റെ മുന്നിലിട്ട് അപമാനിച്ചതിന് അത്രി മഹർഷി രാവണനെ ശപിച്ചു. നിന്റെ പത്നിയെ നിന്റെ മുന്നിൽ വച്ച് വാനരന്മാർ വസ്ത്രമഴിച്ച് മുടി പിടിച്ച് വലിച്ച് അപമാനിക്കുന്നത് നിനക്കു കാണേണ്ടി വരട്ടെ എന്നായിരുന്നു അത്രി ശാപം.
സപ്തഋഷികളിൽപ്പെട്ട മഹർഷിയാണ് അത്രി. ചിത്രകൂടത്തിന് തെക്കുഭാഗത്താണ് ആശ്രമം. മാരുതൻ പിന്നീട് കണ്ടത് രാവണൻ്റെ അനുചരന്മാരുടെ അക്രമങ്ങളും നീചപ്രവൃത്തികളുമാണ്. അതുകണ്ട വായുദേവൻ വല്ലാതെ അസ്വസ്ഥനായി. ഇതിൽ നിന്നൊക്കെ വിട്ടുനിന്നതും വ്യതിരിക്തമായി കണ്ടതും വിഭീഷണന് മാത്രമാണ്. അധർമ്മ പ്രവൃത്തികളിൽ അദ്ദേഹത്തിനുള്ള അസംതൃപ്തിയും ദുഃഖവും അതിലുപരി അമർഷവും ആ മുഖത്ത് വ്യക്തമായി കാണാമായിരുന്നു. മണ്ഡോദരി ആവട്ടെ രാവണനെ ഭയന്ന് ഒരു കാര്യത്തിലും ഇടപെടുന്നതുമില്ല. എന്നാൽ ഇത്തരം നീചപ്രവൃത്തികളിൽ സന്തോഷിക്കുന്നതായും തോന്നിയില്ല. വീമ്പ് പറഞ്ഞ് കേമത്തം നടിക്കുന്ന രാവണൻ്റെ അർത്ഥശൂന്യമായ വാക്കുകൾ കേട്ട് അനുചരന്മാർ ചിരിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമ്പോഴും മണ്ഡോദരിയുടെ മുഖത്ത് നിസ്സംഗതയായിരുന്നു തെളിഞ്ഞു നിന്നിരുന്നത്. രാവണൻ്റെ ഇടതുഭാഗത്തിരുന്നിരുന്ന മണ്ഡോദരിയുടെ ചാരത്ത് പരിചാരികമാർ ഏറെയുണ്ട്. തൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിയാവുന്ന ദാസിമാരെയാണ് മണ്ഡോദരി എപ്പോഴും കൂടെ കൂട്ടുക. മണ്ഡോദരിയെക്കുറിച്ച് പറഞ്ഞാൽ പാലാഴി മഥനത്തിൽ ഒരു കന്യകയെ കിട്ടി. സുന്ദരിയായ ഈ കന്യകയുടെ പേര് സുലക്ഷണ എന്നാണ്. പേരുപോലെ സുലക്ഷണ തന്നെയായിരുന്നു കന്യക. സുലക്ഷണയെ തൻ്റെ പരിചാരികയായി കിട്ടിയെങ്കിൽ നന്നായിരുന്നു എന്ന് പാർവതീദേവി ആഗ്രഹിച്ചു. ശ്രീ പരമേശ്വരൻ്റെ അനുവാദത്തോടെ പാർവതീദേവി സുലക്ഷണയെ പരിചാരികയായി കൂടെ കൂട്ടി. ഒരു നാൾ പാർവതീദേവി നീരാട്ടിനായി സരസ്സിലിറങ്ങി. ജലത്തിലിറങ്ങി ഒന്ന് മുങ്ങി ഉയർന്നപ്പോഴാണ് കുളി കഴിഞ്ഞുടുക്കുവാനുള്ള കോടി പുടവ എടുക്കാൻ മറന്നുപോയ കാര്യം ഓർത്തത്. പാർവതീദേവി ഉടനെ തന്നെ പരിചാരിക സുലക്ഷണയെ പുടവയെടുക്കാനായി അന്തഃപുരത്തിലേക്ക് അയച്ചു. അവിടെ ഒറ്റയ്ക്കെത്തിയ സുന്ദരിയായ സുലക്ഷണയിൽ ശ്രീ പരമേശ്വരൻ ആകൃഷ്ടനായി മഹാദേവൻ സുലക്ഷണയെ വാരിപ്പുണർന്നു. താൻ ഗർഭവതിയാവുമെന്ന് ഭയന്ന് പൊട്ടിക്കരഞ്ഞ സുലക്ഷണയെ ശ്രീ പരമേശ്വരൻ ആശ്വസിപ്പിച്ചു. സുന്ദരി സുലക്ഷണെ, ഭയപ്പെടാതിരിക്കൂ. കന്യകയായിരുന്ന് പ്രസവിക്കേണ്ടി വരുമെന്നതാണ് നിന്റെ ദുഃഖവും ഭയവുമെന്ന് നാം അറിയുന്നു. അത്തരത്തിലൊരു ദുഃഖം വേണ്ടതില്ല. വിവാഹിതയായി ഭർതൃസംഗത്തിനു ശേഷം മാത്രമേ ഇന്നത്തെ തേജോധാരണം ഗർഭമായി മാറുകയുള്ളൂ. സുലക്ഷണയ്ക്ക് ആശ്വാസമായി. എന്നിരുന്നാലും ആശങ്ക വിട്ടുമാറിയില്ല. എല്ലാം മറക്കാൻ ശ്രമിച്ചുകൊണ്ട് സുലക്ഷണ അന്തഃപുരത്തിൽ നിന്നും കോടി പുടവയുമെടുത്ത് മടങ്ങി. സുലക്ഷണയുടെ മുഖത്തെ ആശങ്കയും മുഖത്തും മാറിടങ്ങളിലുമുള്ള ഭസ്മപ്പാടുകളുമൊക്കെ ശ്രദ്ധയിൽപ്പെട്ട പാർവതിക്ക് കാര്യം മനസ്സിലായി. കോപാക്രാന്തയായ ശ്രീപാർവതി സുലക്ഷണയെ ശപിച്ച് ഒരു മണ്ഡൂകമാക്കി അതേ സരസിൽ തന്നെ തള്ളിയിട്ട് മടങ്ങി. കാലം കുറേ കഴിഞ്ഞു. യമൻ ഒരു പുത്രിക്കു വേണ്ടി തപസ്സനുഷ്ഠിക്കുന്ന കാലം. യമൻ ശിവനെ പ്രസാദിപ്പിച്ച് തനിക്ക് ഒരു മകൾ വേണമെന്ന ആഗ്രഹം ഉണർത്തിച്ചു. ശിവൻ പാർവതി മുഖേന സുലക്ഷണയ്ക്ക് ശാപമോക്ഷം നൽകി യമന് പുത്രിയായി നൽകുകയും ചെയ്തു. പ്രസ്തുത യുവതിയാണ് മണ്ഡോദരി. മണ്ഡോദരിയെ പിന്നീട് രാവണൻ വിവാഹം കഴിച്ചു. മണ്ഡോദരിയുടെ പുത്രനാണ് മേഘനാഥൻ. ജനന സമയത്ത് ഇടിമുഴക്കം പോലെയാണ് മേഘനാഥൻ കരഞ്ഞത്. കരച്ചിൽ ശബ്ദത്തിൽ ലങ്കാരാജ്യം ആകെ വിറച്ചുപോയി. രാവണൻ പുത്രനെ മേഘനാഥൻ എന്ന് പേരിടുവാനുള്ള കാരണം ഇതാണ്.